السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يحاجون في الله من بعد ما استجيب له حجتهم داحضة عند ربهم وعليهم غضب ولهم عذاب شديد. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സയ്യിദ് അവറുകൾ, പണ്ഡിതന്മാർ, നേതാക്കൾ, സഹൃദയരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹു അനുഗ്രഹിച്ച് വളരെ മഹത്തായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. കേരളത്തിലുടനീളം സുന്നി സംഘ കുടുംബങ്ങൾ തൗഹീദ് അചഞ്ചലമാണ് എന്ന പ്രമേയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിവിധങ്ങളായ ആദർശ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇങ്ങനെ ഒരു ക്യാമ്പയിൻ ആചരിക്കുന്നതിന്റെ പിന്നിൽ മാറി വന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ കൂടി പ്രേരകമായിട്ടുണ്ട് എന്നത് വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തുന്ന എല്ലാ വ്യക്തികൾക്കും ബോധ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുസ്ലിം സമൂഹത്തിൽ ഭിന്നതകളും ഛിദ്രതകളും സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രം രംഗത്ത് വരികയും കലുഷിതമായ അന്തരീക്ഷം മതത്തിന്റെ ഉള്ളിൽ സൃഷ്ടിക്കുകയും ചെയ്ത ആളുകൾ, പുത്തൻവാദികളായ ആളുകൾ, ഇസ്ലാമിലെ അവാന്തര വിഭാഗങ്ങൾ, അവര് ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് ഞങ്ങൾ യഥാർത്ഥ തൗഹീദിന്റെ ആളുകളാണ്, ശരിയായ ഏകദൈവ വിശ്വാസം നിലനിർത്തുന്നവരും പഠിപ്പിക്കുന്നവരും ഞങ്ങളാണ് എന്ന കുപ്രചരണം അഴിച്ചുവിടുകയും ഞങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കാത്തവർ ആര് തന്നെയായിരുന്നാലും അവരെല്ലാം ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ആളുകളാണ് എന്ന് പ്രചരിപ്പിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അവര് ഉയർത്തിപ്പിടിക്കുന്നതും പ്രചരിപ്പിച്ചതുമായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച, ജനങ്ങളെ പറഞ്ഞു ഫലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച, തൗഹീദ് ഞങ്ങൾക്ക് മാത്രമാണ് എന്ന അവരുടെ വാദഗതിയെ അവര് തന്നെ തിരുത്തുകയും മാറ്റുകയും ഭേദഗതി വരുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവര് പ്രചരിപ്പിച്ചതും അവര് പ്രവർത്തിച്ചതും അവരധ്വാനിച്ചതും ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണോ ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്നതിന്റെ ഒട്ടനേകം തെളിവുകൾ ബിദഈ സംഘടനകളുടെ, പുത്തൻവാദികളുടെ പരാജയത്തിലൂടെ ഇവിടെ പൊതുജനം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു നല്ല കാലാവസ്ഥയിൽ യഥാർത്ഥത്തിൽ തൗഹീദ് അത് ഉൾക്കൊള്ളുന്ന, അത് പ്രചരിപ്പിക്കുന്ന, അത് നിലനിർത്തുന്ന ആളുകൾ ആരാണ് എന്ന് വളച്ചുകെട്ടില്ലാതെ, ഒരു വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെ
എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ തെളിവുകൾ ഇവിടെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. തൗഹീദാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടിത്തറ. ഏകദൈവ വിശ്വാസം എന്ന ഏകനായ അള്ളാഹുവിനെ ഇലാഹായി ഉൾക്കൊള്ളുക എന്ന, അവന് ഇബാദത്തുകൾ അർപ്പിക്കുക എന്ന, അവനോട് തുല്യരായി സമന്മാരായി ആരുമില്ല എന്ന, അവൻ സ്ഥലകാല അതീതനാണ് എന്ന പരിശുദ്ധ ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന തൗഹീദിന്റെ അന്തസത്തയെ അത് ഉൾക്കൊള്ളുക എന്നത് ഏത് കാലഘട്ടത്തിലും ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. ലോകത്ത് നിയോഗിക്കപ്പെട്ട എല്ലാ നബിമാരും എല്ലാ പ്രവാചകന്മാരും അവരിവിടെ പ്രധാനമായും പ്രബോധനം ചെയ്ത ആശയം ഇത് തന്നെയാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നബിയെ, അങ്ങയുടെ മുമ്പ് നാം നിയോഗിച്ച എല്ലാ പ്രവാചകന്മാരും എല്ലാ ദൂതന്മാരും അവർക്ക് നാം നൽകിയ വഹയ്യ് സന്ദേശം, ഞാനാണ് ഇലാഹ്, എന്നെയാണ് ആരാധിക്കേണ്ടത്, ഞാൻ മാത്രമാണ് ഇലാഹ്, എന്നെ മാത്രമാണ് ആരാധിക്കേണ്ടത് എന്ന ഏറ്റവും വലിയ സന്ദേശമാണ്. ഇത് എല്ലാ നബിമാർക്കും കൈമാറ്റം ചെയ്യപ്പെട്ടു. എല്ലാ പ്രവാചകന്മാരും ലോകത്ത് പ്രബോധനം ചെയ്യുകയും ചെയ്തു. ഇത് പറയാത്ത, പ്രബോധനം ചെയ്യാത്ത, ലോകത്ത് പ്രചരിപ്പിക്കാത്ത ഒരു പ്രവാചകനും ഇല്ല. ആ വിധത്തിൽ ലോകത്ത് തൗഹീദീപരമായ ആശയങ്ങളും പ്രചാരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാ കാലഘട്ടങ്ങളിലും ഇവിടെ നിലനിന്നു വരുന്ന, ഇവിടെ നടന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇസ്ലാമിന്റെ അടിത്തറ ഈ തൗഹീദാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം മനുഷ്യലോകത്ത് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ക്രമത്തെ സ്ഥാപിച്ചെടുക്കുന്നതിനു വേണ്ടി, സംവിധാനിക്കുന്നതിനു വേണ്ടി, തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിത സംസ്കാരത്തെ രൂപപ്പെടുത്തുന്നതിനു വേണ്ടി അതിന്റെ എല്ലാ മേഖലകളിലും വളരെ ബൃഹത്തായ പ്രവർത്തനങ്ങൾ നടത്തുകയും ആശയങ്ങളും ആദർശങ്ങളും ആ രൂപത്തിൽ ക്രമീകരിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി ജനിച്ചു വീഴുകയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ഓർമ്മിച്ചു വെക്കണം. ഒരു കുഞ്ഞ് ജനിച്ചു വീഴുകയാണ്. ആ ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ നമ്മൾ ആദ്യം കേൾപ്പിക്കേണ്ടത്, നാം ആദ്യം കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ശബ്ദമാണ്? അല്ലാഹു അക്ബർ, അല്ലാഹ് എന്ന ശബ്ദമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദന ഫീ ഉദുനിൽ ഹസൻ വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ ഹീന വുലിദാ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അവരുടെ കാതുകളിൽ നബി തങ്ങൾ ബാങ്കിന്റെ വാചകങ്ങൾ, വചനങ്ങൾ അവിടുന്ന് ഉരുവിട്ടു എന്നത്, ബാങ്ക് കൊടുത്തു എന്നത് ഇമാം തബറാനി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്ന ഹദീസിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്താണ്. ഇതെന്താണ്? ഈ ശബ്ദം കേൾപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതും രൂപപ്പെടുന്നതും രൂപപ്പെടേണ്ടതും ഇസ്ലാം ഉദ്ദേശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ആശയത്തിന്റെ സംസ്ഥാപനമാണ്. പിറന്നു വീഴുന്ന ഒരു കുട്ടിയെപ്പോലും അല്ലാഹ് പ്രപഞ്ചനാഥനെ കേൾപ്പിക്കുന്നതിലൂടെ അല്ലാഹു അവന്റെ വിശ്വാസങ്ങളും അവന്റെ കർമ്മങ്ങളും അവന്റെ ആചാരങ്ങളും അവൻ നമുക്ക് നൽകിയ തത്വസംഹിതകളും ജീവിതത്തിൽ ഉൾക്കൊള്ളണമെന്ന ഒരു വലിയ സന്ദേശത്തിലേക്ക്, തൗഹീദിലേക്ക് ഒരു മനുഷ്യനെ പടിപടിയായി ഉയർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം, ജനിച്ചു വീഴുന്ന കുഞ്ഞ് ആദ്യം കേൾക്കേണ്ടുന്ന ശബ്ദം അല്ലാഹ് എന്നതാണ്. അല്ലാഹ് എന്ന് കേട്ട് ജനിച്ചു വീണ കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് എന്ന അവസാനം ഉരുവിട്ടുകൊണ്ട് മരിക്കണമെന്ന്
അള്ളാഹുവിന്റെ ദീൻ അത് സിദ്ധാന്തിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹ് എന്ന് കേട്ട് ജനിച്ച് അല്ലാഹ് എന്ന് പറഞ്ഞ് മരിക്കണമെന്ന ഒരാശയത്തെ, ഒരു തിയറിയെ ലോകത്ത് നടപ്പിൽ വരുത്തപ്പെടുന്നതിലൂടെ ഓരോ മനുഷ്യനിലും തൗഹീദിന്റെ ആശയത്തെ അരക്കിട്ട് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം അത് നേടിയെടുക്കാൻ വേണ്ടി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, ഇവിടെ സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികൾ, ഇവിടെ പുത്തൻവാദികളായ ആളുകൾ, ഇവിടെ മതത്തിൽ പുതിയ ആശയങ്ങൾ കടത്തിക്കൂട്ടിയവരായ ആളുകൾ, ഈ ആളുകളുടെ ശൈലിയും നിലപാടും എന്താണ് യഥാർത്ഥത്തിൽ? ഇവിടെ നിങ്ങൾക്ക് കാണാം, മുജാഹിദുകളുടെ ഒരു നേതാവാണ് എ അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയപ്പെടുന്ന വ്യക്തി. ഇദ്ദേഹം ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിന്റെ പേര് മുസ്ലിങ്ങളിലെ അനാചാരം ഒരു സമഗ്ര പഠനം എന്ന പുസ്തകമാണ്. ഈ പുസ്തകം രചിച്ച എ അബ്ദുസ്സലാം സുല്ലമി ഈ പുസ്തകത്തിൽ ഒരു അനാചാരം അയാള് എഴുതുന്നുണ്ട്. അതിലെഴുതിയത്, അദ്ദേഹം ഹെഡിങ് കൊടുത്തത് മുസ്ലിങ്ങളുടെ അനാചാരം എന്ന പേരിൽ ഒരു ഹെഡിങ് പ്രസവം എന്നാണ്. ആ ഹെഡിങ്ങിന് ചുവടെ അയാൾ കൊടുക്കുന്ന കുറെ ആശയങ്ങൾ. ഈ ആശയങ്ങളിൽ ഒരു ആശയം എന്താണ്? ആ ആശയം ജനിച്ചു വീഴുന്ന കുഞ്ഞ്, ആ കുട്ടിയുടെ കാതിൽ അല്ലാഹ് എന്ന ശബ്ദം കേൾപ്പിക്കുന്നത്, ബാങ്കിലെ വാചകങ്ങൾ കേൾപ്പിക്കുന്നത് മുസ്ലിങ്ങളിൽ കടന്നുകൂടിയ അനാചാരമാകുന്നു എന്നാണ്. സക്കരിയ സ്വലാഹി പ്രസംഗിക്കുന്നത് ഒരു ജനിച്ചു വീഴുന്ന കുട്ടിയുടെ കാതിൽ ബാങ്കും ഇഖാമത്തും വിളിക്കപ്പെടുന്നത് ഇസ്ലാമിലെ അനാചാരമാകുന്നു എന്നാണ്. ഇങ്ങനെ ഇസ്ലാമിലെ അനാചാരമായി ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞിന് അല്ലാഹ് എന്ന ശബ്ദം കേൾപ്പിക്കുന്നത് പോലും അത് ബിദ്അത്താണ് എന്ന് എണ്ണുന്ന കക്ഷികളാണ് ഇവിടെ തൗഹീദിന്റെ ആളുകൾ എന്ന പേരിൽ രംഗത്ത് വന്നത്. സുന്നത്ത് ജമാഅത്ത് ഇവിടെ സ്ഥാപിച്ചെടുക്കുന്നത് തൗഹീദിൽ അധിഷ്ഠിതമായ ജീവിത സംസ്കാരത്തെ. ഈ സംസ്കാരത്തെ ഇല്ലായ്മ ചെയ്യുന്നവരായ ആളുകൾ അവരാണ് ഇവിടെയുള്ള ബിദ്അത്തിന്റെ ആളുകൾ, പുത്തൻവാദികളായ ആളുകൾ. ഇത് വളരെ വ്യക്തമായി നാം തിരിച്ചറിയേണ്ടുന്ന ഒരു വസ്തുതയായി സഹോദരന്മാരുടെ മുന്നിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ സ്മരിക്കാതെ, അള്ളാഹുവിനെ ഹംദ് ചെയ്യാതെ, അള്ളാഹുവിനോട് പാപമോചനം തേടാതെ, അള്ളാഹുവിനോട് കാവൽ തേടാതെ, ഷഹാദത്ത് പുതുക്കാതെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ നടപടിക്രമങ്ങൾ ഇല്ല. ഉറങ്ങാൻ പോകുന്ന നേരത്തും ഉണർച്ചയിലേക്ക് വരുമ്പോഴും അള്ളാഹുവിനെ ഓർത്തും അള്ളാഹുവിനെ സ്തുതിച്ചുമാണ് ഒരു മോമിനായ മനുഷ്യൻ ഈ പ്രവർത്തനങ്ങളിലേക്ക് മുതിരുന്നത്, ഉണർച്ചയിലേക്ക് അവൻ വരുന്നത്. അവിടെ നിന്ന് പ്രാഥമിക കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അള്ളാഹുവിനോട് പാപമോചനം തേടുകയാണ്. ഇത് കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിന് വേണ്ടി വുളൂ ചെയ്യാൻ പോകുന്ന സമയത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊണ്ട് അവൻ ആ പ്രധാനപ്പെട്ട കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ വുളൂ കഴിഞ്ഞാൽ വീണ്ടും ഷഹാദത്താണ്. അത് കഴിഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി അല്ലാഹു അക്ബറാണ്. ഇങ്ങനെ എവിടെ നോക്കിയാലും അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിത സംസ്കാരത്തെ അഹ്ലുസുന്നത്തി വൽ ജമാഅ രൂപപ്പെടുത്തിയതാണ് എന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. ഞാനത് വിശദീകരിക്കുകയല്ല. ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ നാടുകളിൽ ദിക്ർ ഹൽഖകൾ നടക്കാറുണ്ട്. ഈ ദിക്ർ ഹൽഖകളിൽ ഏറ്റവും കൂടുതൽ ചൊല്ലപ്പെടുന്ന ദിക്ർ ഏതാണ്? ആ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്, അല്ലേ? നമ്മൾ ഓരോ ദിവസവും ഹദ്ദാദ് നിർവഹിക്കുകയാണ്. ഹദ്ദാദ് റാത്തീബിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹദ്ദാദ് റാത്തീബിന്റെ സമയത്ത് ചൊല്ലുന്ന ഏറ്റവും കൂടുതൽ ചൊല്ലുന്ന ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഇങ്ങനെ ഏത് ഘട്ടത്തിലും നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റുകൾ, ആ ദിക്റുകളിൽ ഏറ്റവും കൂടുതൽ എണ്ണം, ഏറ്റവും കൂടുതൽ നമ്മൾ ചൊല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെയാണ്. നിങ്ങൾ ഒരു ബിദ്അത്തുകാരന്റെ പ്രസംഗം കേട്ടാൽ, ഒരു മുജാഹിദുകാരന്റെ പ്രസംഗം കേട്ടാൽ, ഒരു ജമാഅത്തുകാരന്റെ പ്രസംഗം കേട്ടാൽ, ആ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന വിഷയങ്ങളിൽ ഒന്നെന്താണ്? ഈ ദിക്ർ ചൊല്ലുന്നതിനെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നതിനെയാണ്. ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ, ആ ദിക്റുകളിൽ ഏറ്റവും കൂടുതലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്ന ഈ നല്ല കർമ്മത്തെ അവർ വിമർശിക്കുകയാണ്. നമ്മളൊരു ദിക്ർ ഹൽക്ക സംഘടിപ്പിച്ചാൽ ആ ദിക്ർ ഹൽക്കയെ അനുകൂലിക്കുന്നവരായിട്ടല്ലല്ലോ പുത്തൻവാദികളായ ആളുകൾ, മുജാഹിദുകളായ ആളുകൾ അവരെത്ര കക്ഷികളായി പിരിഞ്ഞു എന്ന് പറഞ്ഞാലും അവരെ നമ്മൾ കാണുന്നത് ഇതിനെ എതിർക്കുന്നവരായിട്ടാണ്. ഇങ്ങനെ എല്ലാറ്റിനെയും എതിർക്കുന്നവരായ ഈ ആളുകൾ അവർ യഥാർത്ഥത്തിൽ തൗഹീദിന്റെ കടക്കൽ കത്തിവച്ച ആശയങ്ങളുമായി സമൂഹത്തിലേക്ക് കടന്നു വന്ന ആളുകളാണ്. എവിടെ നിന്നാണ് സഹോദരന്മാരെ ഈ ആശയങ്ങൾ അവർക്ക് ലഭിക്കുകയും അവരിവിടെ പ്രചരിപ്പിക്കുകയും ചെയ്തത്? ആരാണ് അവർക്ക് ഈ ആശയങ്ങളിലേക്ക് വഴി കാണിച്ചു കൊടുത്തത്? ഇതൊരു നീണ്ട ചരിത്രമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട വിഷയമാണ്. എന്നാൽ കേരളത്തിലെ മുജാഹിദുകൾ അവര് തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ച് പിളർന്ന് തമ്മിൽ തല്ലി അതിന്റെ അസ്തമയ ഗോളം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെ ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളെ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകത്ത് വന്ന എല്ലാ പുത്തൻവാദികളും, ലോകത്ത് വന്ന എല്ലാ പിഴച്ച പ്രസ്ഥാനങ്ങളും, ലോകത്ത് വന്ന ഇസ്ലാമിലെ എല്ലാ അവാന്തര വിഭാഗങ്ങളും അവർക്ക് പിഴവ് പറ്റിയത്, അവർ ഭിന്നിച്ചു പോയത്, അവർ വിഘടിച്ചു പോയത് തൗഹീദിന്റെ വിഷയത്തിലാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ചു പോയവരാണ്. ഇനി ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ലോകത്തെ എല്ലാ പുത്തൻ പ്രസ്ഥാനങ്ങളും ഒരുപോലെ നിലനിർത്തുന്ന ഒരു പൊതു സ്വഭാവം ഉണ്ട്. ആ സ്വഭാവങ്ങളിൽ ഒന്നെന്താണ്? അവരുടെ ഭിന്നത തൗഹീദിലായിരിക്കും എന്നതാണ്. രണ്ടാമത്തെ സ്വഭാവം, പുത്തൻവാദികൾ നിരന്തരം അവർ പിളർന്നുകൊണ്ടേയിരിക്കും എന്നതാണ്. മൂന്നാമത്തെ സ്വഭാവം, പിളർന്നു പോയ ഈ കക്ഷികൾ അവരുടെ തന്നെ ഇടയിലുള്ള ഒരു കക്ഷിയെയും പരസ്പരം അംഗീകരിക്കുകയില്ല എന്നതുമാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ലോകത്തെ എല്ലാ പിഴച്ച പ്രസ്ഥാനങ്ങളിലും കാണാൻ കഴിയും. ഇൻഷാ അല്ലാഹ് അതിന്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് വരാം. ഒന്ന്, തൗഹീദിന്റെ വിഷയത്തിലാണ് പിളർപ്പ്. ഉദാഹരണം നോക്കൂ നിങ്ങൾ. ലോകത്ത് കഴിഞ്ഞുപോയ ഒരു പാർട്ടിയാണ് മുശബ്ബിഹത്ത് എന്ന് പറയപ്പെടുന്ന വിഭാഗം. ഈ മുശബ്ബിഹത്ത് എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിന്റെ ആശയം എന്താണ്? അള്ളാഹുവിനെ സൃഷ്ടി സമാനനായി അവതരിപ്പിച്ച കക്ഷിയാണവർ. അള്ളാഹുവിന് ജഡമുണ്ട് എന്ന് വാദിച്ച ആളുകളാണവർ. അള്ളാഹുവിന് രൂപമുണ്ട് എന്ന് വാദിച്ച ആളുകളാണ് ആ വിഭാഗം. അള്ളാഹുവിന് രൂപമുണ്ട്, അവന് കൈകാലുകളുണ്ട്, നമ്മളെ കൈ പോലെയല്ല, ആനയുടെ കൈ പോലെയും കാല് പോലെയല്ല. അത് അള്ളാഹിനോട് യോജിക്കുന്ന തരത്തിൽ ഒരു കാല്. അങ്ങനെ അള്ളാഹ്ക്ക് കണ്ണുണ്ട്, അവയവങ്ങളുണ്ട്, ജഡമുണ്ട്, ബോഡിയുണ്ട്, രൂപമുണ്ട് എന്ന് ഇവിടെ അവതരിപ്പിച്ച കക്ഷി അവരെന്തിനാണ് പിഴച്ചുപോയത്? ഈ വാദം ഉന്നയിച്ചത് അവർ ചോദിക്കുന്നത്, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത ഒരു പടച്ചവനെ എങ്ങനെയാണ് ലോകത്തിന്റെ മുന്നിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുക? അതുകൊണ്ട് അള്ളാഹനെ മനസ്സിലാകണം. അപ്പൊ തൗഹീദിന്റെ വിഷയത്തിലാണ് അവരുടെ പിഴവ്. ആ കക്ഷികൾ 7 വിഭാഗങ്ങളായി ലോകത്ത് ഭിന്നിച്ചു എന്ന ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുകയാണ്. വിവിധ കക്ഷികളായവർ വേർതിരിഞ്ഞു. അപ്പൊ നോക്കൂ, പിളർപ്പ് തൗഹീദിന്റെ വിഷയത്തിൽ ആ പിളർന്ന കക്ഷി തന്നെ അവർ ഒരു കക്ഷിയായി നിലയുറപ്പിച്ചോ നിന്നോ? ഇല്ല. വിവിധ കക്ഷികളായി അവർ രൂപാന്തരപ്പെട്ടു. ഈ കക്ഷികളിൽ ഒരു കക്ഷിയും മറ്റൊരു കക്ഷിയെ വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. ഇതാണ് യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിച്ചാൽ ഉണ്ടാകുന്ന വ്യത്യാസം. രണ്ടാമതൊരു കക്ഷിയെ നിങ്ങൾ നോക്കൂ, അവരാരാണ്? ഖദരിയ്യത്ത് എന്ന് പറയപ്പെടുന്ന വിഭാഗമാണ്.
ഖദരിയാക്കൾ, അവരുടെ വിശ്വാസം വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നാണ് നന്മയും തിന്മയുമായ മുഴുവൻ കാര്യങ്ങളുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ വിശ്വാസത്തെ അംഗീകരിക്കാതെ രംഗത്ത് വന്ന ആളുകളാണ് ആ കക്ഷികൾ. അവരും ഭിന്നിച്ചു. അവരും 10ഓളം വിഭാഗങ്ങളായി വേർതിരിഞ്ഞു. ഒരു വിഭാഗവും മറ്റൊരു വിഭാഗത്തെ അംഗീകരിച്ചില്ല. പിഴവ് തൗഹീദിലാണ്, പിളർപ്പ് തൗഹീദിലാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിക്കുക, തൗഹീദിന്റെ വിഷയത്തിൽ പിളരുകയാണ്, തൗഹീദ് വിഷയത്തിൽ പിളരുന്നു, ആ പിളർന്നവർ വീണ്ടും പിളരുകയാണ് അതേ വിഷയത്തിൽ. ഇനി ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കക്ഷികളെയും കേരളത്തിൽ നിന്നൊന്ന് പരിചയപ്പെടുത്തട്ടെ. അവരാരാ? ആദ്യം പറഞ്ഞ മുശബ്ബിഹത്ത് വിഭാഗം, അള്ളാഹുവിനെ സൃഷ്ടിസമാനായി അവതരിപ്പിക്കുന്ന വിഭാഗം. ഈ വിഭാഗത്തെ ഒത്തോട് പല നിലയിലും സാമ്യത പുലർത്തി രംഗത്ത് വന്നവരാണ് കേരളത്തിലെ വഹാബികൾ, മുജാഹിദുകൾ. അവര് അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, അള്ളാഹുവിന് കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, ആകാശത്തിന്റെ ഉള്ളിലാണ്, പുറത്താണ്, വലത്തെ കൈയുണ്ട്, ഇടത്തെ കൈയുണ്ട്, രണ്ട് കൈയും വലത്തെ കൈയാണ്, ഇങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് വാദങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകളാണ് എന്ന് മാത്രമല്ല, ഞാനൊരു ഉദ്ധരണി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ ശ്രദ്ധയിലേക്ക് പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കെ ഉമർ മൗലവി എന്ന് പറയുന്ന വ്യക്തിക്ക് ഫാത്തിഹയുടെ തീരത്ത് എന്ന ഒരു പുസ്തകം ഉണ്ട്. ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകത്തിൽ കെ ഉമർ മൗലവി അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു വിഷയം നിങ്ങൾ വളരെ നന്നായി ശ്രദ്ധിക്കണം. ഇയാൾ പറയുന്നു, എന്റെ ചെറുപ്പകാലത്ത് ഇംഗ്ലീഷ് ഭാഷ പഠിക്കുന്നത് ഹറാമാണെന്ന് മുസ്ലിയാക്കൾ പറഞ്ഞിരുന്നു. ഉമർ മൗലവി പറയാൻ, എന്റെ ചെറുപ്പത്തില് കേരളത്തിലുണ്ടായിരുന്ന മുസ്ലിയാക്കന്മാര് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് പറഞ്ഞവരായിരുന്നു പോലും. എന്നിട്ട് ഇയാൾ പറയുന്നു, അതിന് അവർ പറഞ്ഞ ഒരു കാരണം ഇംഗ്ലീഷ് പുസ്തകത്തിൽ അള്ളാഹു ആകാശത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാകുന്നു. ഇംഗ്ലീഷ് പുസ്തകം നോക്കിയാൽ ജൂത ക്രൈസ്തവരുടെ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ അള്ളാഹു പടച്ചവൻ ആകാശത്തിലാണ് എന്നുണ്ട്. ആര് പറയുന്നു? ഉമർ മൗലവി. അപ്പൊ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചാൽ ഈ പുസ്തകം വായിക്കും, ഈ പുസ്തകം വായിച്ചാൽ ഈ ആശയം ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ പഠിക്കരുത് എന്ന് കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ പറഞ്ഞു പോലും. എന്നിട്ട് ഇയാൾ പറയാണ്, യഥാർത്ഥത്തിൽ അള്ളാഹു ആകാശത്തിലാണെന്നുള്ളത് ഒരു പച്ച പരമാർത്ഥമാകുന്നു. ഉമർ മൗലവി, യഥാർത്ഥത്തിൽ അള്ളാഹ് ആകാശത്തിലാണ് എന്നതൊരു പച്ച പരമാർത്ഥമാണ്. അപ്പോ ഈ ഇംഗ്ലീഷ് പുസ്തകം ഉമർ മൗലവിയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ മുജാഹിദുകളുടെ ആശയങ്ങൾ അത് ജൂദായിസമാണ് എന്ന് പറഞ്ഞത് വെറുതെയല്ല, വെറുതെ പറഞ്ഞതല്ല, അവർ പ്രമാണസഹിതം പറഞ്ഞ വിഷയമാണ്. ഇനി ഞാൻ ആ വിഷയത്തിൽ ലോകത്ത് അംഗീകൃതനായ മഹാനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഇമാം ഇസ്ഫറായിനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥം അത്തബ്സീറു ഫിദ്ദീൻ എന്ന ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഇസ്ഫറായിനി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുന്ന ഒരു വിശദീകരണം കൂടി ഈ ഭാഗത്ത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. വഅലം അന്ന ജമീഅൽ യഹൂദി ഫീ ഉസൂലി തൗഹീദി ഫരീഖാനി, തൗഹീദിന്റെ വിഷയത്തിൽ ജൂതന്മാര് മുഴുവനും രണ്ട് വിഭാഗമാണ്. ഫരീഖും മിൻഹും അൽ മുശബ്ബിഹത്തു, അവരിൽ ഒരു വിഭാഗം അല്ലാഹുവിനെ സൃഷ്ടി സമാനായി അവതരിപ്പിക്കുന്ന കക്ഷികളാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വഹുമുൽ അസ്ലു ഫി തശ്ബീഹ്, അവരാണ് അള്ളാഹുവിനെ സൃഷ്ടി സമാനായി അവതരിപ്പിച്ച കക്ഷികളിൽ ആദ്യകാലക്കാര്, അല്ലെങ്കിൽ അതിന്റെ അടിസ്ഥാനക്കാര് അവരാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, വകുല്ലു മൻ ഖാല ഖൗലൻ ഫീ ദൗലത്തിൽ ഇസ്ലാമി ബിശൈഇൻ മിന തശ്ബീഹി ഫഖദ് നസഖ അലാ മിൻവാലിഹിം വഅഖദ മഖാലതൻ മിൻ മഖാലിഹിം. എന്താണ് ഈ പറഞ്ഞത്? ഇസ്ലാമിക ലോകത്ത് നിന്ന് ആരെങ്കിലും തശ്ബീഹിന്റെ, അള്ളാഹുവിനെ സൃഷ്ടി സമാനായി അവതരിപ്പിക്കുന്ന ഒരു വാദം അവതരിപ്പിച്ചാൽ
ആ വിഷയത്തിൽ വല്ലതും പറഞ്ഞാൽ അവർ ജൂതന്മാരുടെ ആശയം കോപ്പിയടിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇസ്ഫറായിനി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. അപ്പൊ മുജാഹിദുകൾക്ക് ഈ ആശയം കിട്ടിയത് എവിടെ നിന്നാണ്? മുജാഹിദുകൾ ഈ ആശയം പറഞ്ഞത് എവിടെ നിന്നാണ്? അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ കുപ്രചരണങ്ങൾ നടത്തിയത് എവിടെ നിന്നാണ്? തൗഹീദിന്റെ വിഷയത്തിൽ അവർ പിളർന്നു പോയപ്പോൾ ഈ പിളർപ്പിന് ആധാരമായ ആശയങ്ങൾ അവർ സമാഹരിച്ചത് എവിടെ നിന്നാണ്? അത് ജൂതന്മാരിൽ നിന്നാകുന്നു എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ അവർ ഇസ്ലാമിൽ അവാന്തര വിഭാഗമായി കടന്നു വന്ന് വിവിധ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കേരളത്തിൽ ഖദരിയാക്കൾ ആയി രംഗത്ത് വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാണ്. ഖദറിലുള്ള വിശ്വാസം നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നവരാണ്. മൗദൂദി അദ്ദേഹത്തിന്റെ ഇസ്ലാം മതം എന്ന പുസ്തകത്തിലും അതുപോലെ ഇസ്ലാമിന്റെ മൂലശിലകൾ എന്ന പുസ്തകത്തിലുമെല്ലാം വളരെ വ്യക്തമായി രേഖപ്പെടുത്തി ഖദറിലുള്ള വിശ്വാസം അത് ഖുർആനിലില്ല. ഖുർആനിൽ ഈമാൻ കാര്യങ്ങൾ 5 എണ്ണിയത്. അതുകൊണ്ട് ഞാനും ഇവിടെ ഈമാൻ കാര്യങ്ങൾ 5 എണ്ണുന്നത്. ഹദീസിൽ ചിലയിടങ്ങളിലൊക്കെ ഖദറിലുള്ള വിശ്വാസവും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അബുൽ അല മൗദൂദി പറയാണ്. ഇവിടെ 2 വലിയ വിവരക്കേടാണുള്ളത്. ഒന്നെന്താണ്? ഒന്ന് ഖുർആനിൽ ഖദറിലുള്ള വിശ്വാസം പറയുന്നില്ല എന്നത്. അതൊരു വിവരക്കേടാണ്. ഇന്നാ കുല്ല ശൈഇൻ ഖലഖനാഹു ബിഖദർ. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ലോകത്ത് മഹാന്മാരായ പണ്ഡിതന്മാര് ഖദറിലുള്ള വിശ്വാസവും ഖുർആൻ കൊണ്ട് സ്ഥിരീകരിച്ചതും സമർത്ഥിച്ചതും കാണാൻ കഴിയും. രണ്ടാമത്തെ വിഷയം നിങ്ങൾ ആലോചിക്കുക. ഇനി ഖുർആനിൽ ഒരിടത്തും ഖദറിലുള്ള വിശ്വാസം പരാമർശിച്ചിട്ടില്ല എന്ന് സങ്കൽപ്പിച്ചാൽ തന്നെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളിൽ അത് പരാമർശിക്കപ്പെട്ടാൽ അത് എണ്ണൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്. അത് ഉൾക്കൊള്ളൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബാധ്യതയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചത് ലിതുബയ്യിന ലിന്നാസ്, പരിശുദ്ധ ഖുർആൻ ബയാൻ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ്, വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. ഇതിൽ ലോകത്ത് ആർക്കും തർക്കമില്ലല്ലോ. പക്ഷേ മൗദൂദി പറഞ്ഞു ഞാൻ എണ്ണില്ല, ഖുർആനിലില്ല. അപ്പൊ ഖുർആനിലും വിവരമില്ല, ഹദീസിലും വിവരമില്ല, ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളിലും വിവരമില്ല. അങ്ങനെ ഭിന്നിച്ചുപോയ എല്ലാ വിഭാഗങ്ങളും വേറൊരു കക്ഷിയെ നിങ്ങൾ നോക്കുക. അവരാണ് ഖവാരിജികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ. അവര് ഇസ്ലാമിൽ ഹാക്കിമിയത്ത് വാദം കടത്തിക്കൂട്ടിയവരായ ആളുകളാണ്. വിധികർത്തൃത്വത്തിനുള്ള അവകാശം പടച്ചവന് മാത്രം എന്ന ഒരു ആശയത്തിലൂടെ ഇസ്ലാമിക സമൂഹത്തിൽ ഇസ്ലാമിലെ വിധിവിലക്കുകൾ അനുസരിച്ച് വിധിക്കുന്ന ജഡ്ജിമാര് അവരൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ആളുകളാണ് ഈ കക്ഷികൾ. അവരും തൗഹീദിന്റെ പേരിൽ ഭിന്നിച്ചുപോയ ആളുകളാണ്. ഇങ്ങനെ ഒരുപാട് കക്ഷികൾ. ആ കക്ഷികളിൽ മറ്റൊരു കക്ഷിയെ നിങ്ങൾ നോക്കൂ. അവരാണ് ഇബ്നു തൈമിയ്യയുടെ ആളുകൾ. ഇബ്നു തൈമിയ്യയുടെ ആളുകൾ അവരും തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ചുപോയവരാണ്. തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ചുപോയ ആളുകളാണ്. കാരണം അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മഹാന്മാര് അവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്ന ലോകത്ത് മുസ്ലിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരു പുതിയ വാദത്തെ ഇസ്ലാമിലേക്ക് ഇറക്കുമതി ചെയ്തുകൊണ്ട് ഇസ്ലാമിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഭിന്നിച്ചുപോയ ആളുകളാണവർ. ഈ ആശയം കേരളത്തിൽ മുജാഹിദുകൾ, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ അത് സ്വീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഞാൻ ഇപ്പോൾ അതിലേക്ക് വിശദമായി കടന്നു വരികയല്ല. വേറൊരു കക്ഷിയെ നിങ്ങൾ പരിചയപ്പെടണം. ഇതുകൂടി പറഞ്ഞിട്ട് വേണം കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാൻ. ആ വിഭാഗം അവരാരാണ്? അവര് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും റഷീദുർ റിളയുടെയും അങ്ങനെ ഈജിപ്തിൽ പ്രവർത്തിച്ച ഈ മൂവർ സംഘത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട വിഭാഗമാണ്. എന്താണ് അവരുടെ ആശയം? അവരുടെ ആശയം അതീവ വിചിത്രമായ ഒരാശയമാണ്. ആ ആശയം ഇസ്ലാമിലെ ആശയങ്ങളെയും തത്വങ്ങളെയും പാശ്ചാത്യവൽക്കരിച്ച് ഇസ്ലാമിലെ ആശയങ്ങളെ മുഴുവനും കേവലവൽക്കരിച്ച് അതിന്റെ ആത്മീയത ചോർത്തിക്കളയുക എന്ന
ഗൂഢമായ തന്ത്രത്തിലൂടെ കടന്നു വന്ന ഒരു വിഭാഗമാണ് ഈ വിഭാഗം. നമ്മൾ നന്നായി മനസ്സിലാക്കണം. ആ വിഭാഗം ഇവിടെ വാദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതായിരുന്നു, ഈ അടിത്തറയിൽ ഊന്നി നിന്നുകൊണ്ടായിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൽ നബിമാരുടെ മുഅ്ജിസത്തുകൾ, ആ മുഅ്ജിസത്തുകളെ കേവലവൽക്കരിക്കാൻ അവർ ശ്രമിച്ചു. മഹാന്മാരുടെ കറാമത്തുകളെ കേവലവൽക്കരിക്കാൻ അവർ ശ്രമിച്ചു. അത് അതിൻ്റെതായ തനതായ രീതിയിൽ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ അവർ സന്നദ്ധരായില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിലെ പരിശുദ്ധ ഖുർആനിൽ സ്ഥിരപ്പെട്ട മുഅ്ജിസത്തുകളെ മുഴുവനും നിഷേധിക്കുന്നിടത്തേക്ക് അവരുടെ വാദഗതികൾ വന്നു എന്ന് മാത്രമല്ല, റഷീദുൽ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഗ്രന്ഥമായി മുജാഹിദുകൾ പരിചയപ്പെടുത്തുന്ന തഫ്സീറുൽ മനാർ, ഈ തഫ്സീറുൽ മനാറിൽ അദ്ദേഹം എഴുതുക പോലും ചെയ്തു, വലൗലാ ഹികായത്തുൽ ഖുർആനി ലിആയാത്തില്ലാഹി അല്ലതി അയ്യദ ബിഹാ മൂസ വഈസ അലൈഹിമസ്സലാത്തു വസ്സലാം ലകാന ഇഖ്ബാലു അഹ്റാരിൽ ഇഫ്റഞ്ചി അലൈഹി അക്സറ വഹ്തിദാഉഹും ബിഹി അഅമ്മ വഅസ്റഅ ലിഅന്ന അസാസഹു ഖദ് ബുനിയ അലൽ അഖ്ലി വൽ ഇൽം. യൂറോപ്യൻസ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുകളാണ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തുകളാണ്. ആര് പറയുന്നു? റഷീദുൽ പറയാൻ. ഈ മുഅ്ജിസത്തുകളെ, ഈ അമാനുഷിക കഥകളെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ യൂറോപ്യൻസ് ഇസ്ലാമിലേക്ക് കൂടുതൽ കടന്നു വരുമായിരുന്നു. അള്ളാനെ പഠിപ്പിക്കുകയാണ്, പടച്ചോനെ നിന്റെ മതത്തിൽ കുറെ ആൾക്കാർ ഇപ്പൊ കടന്നു വരാതായി പോയത് ഈ സംഗതികളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ എന്ന് റഷീദുൽ അള്ളാനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. റഷീദുൽ ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെട്ട വിഷയമാണ്. വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കണം. ഇനിയാണ് നമ്മൾ കേരളത്തിലെ അന്തരീക്ഷങ്ങളെ പറ്റി ആലോചിക്കേണ്ടത്. കേരളത്തിൽ മലബാർ കലാപങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ട പ്രത്യേകമായ അന്തരീക്ഷങ്ങൾ, ആ അന്തരീക്ഷത്തിൽ KM മൗലവിയും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയും അതുപോലെ കുറ്റിയാടി അബ്ദുള്ള മൗലവിയും അവരൊക്കെ കൊടുങ്ങല്ലൂരിലേക്ക് ഓടിപ്പോവുകയുണ്ടായി, ഒളിച്ചോടിപ്പോവുകയുണ്ടായി. ആ ഒളിച്ചോടിപ്പോയ ആളുകളുടെ കൂടെ അവിടെ ചില മൗലവിമാരും ചില ആളുകളും കൂടെ സീതി സാഹിബിനെ പോലുള്ള ആളുകൾ അവിടെ ഒരുമിച്ച് കൂടുകയുണ്ടായി. അവര് രൂപപ്പെടുത്തിയ ഒരു പ്രത്യേക ആശയത്തെ കേരളത്തിൽ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമം അവിടുന്ന് അങ്ങോട്ട് നടന്നിട്ടുണ്ട്. ആ ആശയം എന്തായിരുന്നു? ആ ആശയം അത് ഏതായിരുന്നു? അത് അതേ കാലയളവിൽ തിരുവിതാംകൂറിൽ വക്കം മൗലവി പ്രചരിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക സിദ്ധാന്തമാണ്. ഇവിടെ നിന്നാണ് കേരളത്തിലെ ഈ പ്രത്യേകമായ സാഹചര്യം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വസ്തുതയാണിത്. വക്കം മൗലവി ആരാണ്? വക്കം മൗലവിയെ സംബന്ധിച്ച് മുജാഹിദുകൾ എഴുതി. മുജാഹിദുകളുടെ കഴിഞ്ഞ സമ്മേളനത്തിന്റെ സോവനീർ, ആ സുവനീർ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ആ സുവനീറിൽ വളരെ വ്യക്തമായി വക്കം മൗലവിയെ സംബന്ധിച്ച് വിവരിക്കുകയാണ്. വക്കം മൗലവിയെ സ്വാധീനിച്ചത് മുഹമ്മദ് അബ്ദുവിന്റെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദുള്ളയുടെയും ആശയങ്ങളാണ്. ഇത് നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ മുജാഹിദുകൾ ഇപ്പൊ കൊണ്ടാടാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിന്റെ അബദ്ധങ്ങളും അർത്ഥശൂന്യതകളിലേക്കും നാം കടന്നുപോയാൽ ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഞാൻ അങ്ങോട്ട് വിശദമായി കിടക്കില്ല. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, സഹോദരന്മാരെ, ആ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ അവർ പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിലും വക്കം മൗലവിയെ പറ്റി ഇവർ പറഞ്ഞു. എന്നിട്ട് എഴുതിയത് വക്കം മൗലവി മജല്ലത്തുൽ മനാറിന്റെ, ഈജിപ്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്ന മജല്ലത്തുൽ മനാറിന്റെ സ്ഥിര വായനക്കാരനാണ്. റഷീദുള്ളയുടെ ഗ്രന്ഥങ്ങൾ നിരന്തരം പാരായണം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അങ്ങനെ റഷീദുള്ളയുടെ, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ, മുഹമ്മദ് അബ്ദുവിന്റെ ആശയങ്ങൾ വക്കം മൗലവിയെ സ്വാധീനിക്കുകയും ആ വക്കം മൗലവിയുടെ ആശയങ്ങൾ ആ കാലയളവിൽ കൊടുങ്ങല്ലൂരിൽ ഒളിച്ചു പാർത്തിരുന്ന KM മൗലവി അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുകയും വക്കം മൗലവിയുടെ ഗ്രന്ഥങ്ങൾ വായിക്കുകയും ആ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്ക് മനസ്സിലായ ബോധ്യമായ വക്കം മൗലവി ഇവിടെ പ്രചരിപ്പിക്കുന്ന റഷീദുള്ളയും ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദുവും അങ്ങ് ഈജിപ്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന യുക്തിവാദ ചിന്താഗതികൾ ഇവരെ സ്വാധീനിക്കുകയും അത് കേരളത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നതാണ് കേരളത്തിൽ
അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പുതിയ പാർട്ടിയെ, പ്രസ്ഥാനത്തെ, ആശയത്തെ, സിദ്ധാന്തത്തെ, ഒരു മതത്തെ തന്നെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി രംഗത്ത് വന്ന ആളുകളെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട ആശയങ്ങളും ചിന്തകളും എന്ന് വളരെ ഗൗരവതരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറയട്ടെ, ഇന്ന് സക്കരിയ സ്വലാഹി ഇയാൾ പറയുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇയാൾ എന്താ പറയുന്നത്? തൗഹീദിന്റെ ആശയങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ എന്ന പേരിൽ രംഗത്ത് വന്നു എന്നിവർ വിശേഷിപ്പിച്ച ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദുർ റിള ഇവരാരും യഥാർത്ഥ സലഫികളല്ല എന്ന് ഇന്ന് സക്കരിയ സ്വലാഹി പറയാൻ. അത് നിങ്ങളൊന്ന് ആദ്യം കേൾക്ക്. ഇപ്പൊ ജമാലുദ്ദീൻ അഫ്ഗാനിയും ഷെയ്ഖ് മുഹമ്മദ് അബ്ദു ഒക്കെ വലിയ മുന്തിയ സലഫികളാണെന്നാണ് നമ്മളെ പല ആളുകളും മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ഞാനും ഒക്കെ അങ്ങനെ മനസ്സിലാക്കിയ ആളാണ്. പക്ഷെ പിന്നീട് മനസ്സിലായി ജമാലുദ്ദീൻ അഫ്ഗാനി സലഫി അല്ല, അയാളെ ശിഷ്യനായ മുഹമ്മദ് അബ്ദു സലഫി അല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ശിഷ്യനായ റഷീദ് റിള ആദ്യകാലത്ത് അബ്ദുവിന്റെ അഖലാനി ചിന്താഗതിയിൽ ആകൃഷ്ടനായിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അഹ്ലുസുന്നത്തിന്റെ മാർഗമാണ് സത്യമെന്ന് മനസ്സിലായി അദ്ദേഹം അതൊന്ന് ഖേദിച്ചു മടങ്ങിയിട്ടുണ്ട്. പക്ഷെ അബ്ദു ഖേദിച്ചു മടങ്ങിയിട്ടില്ല, അഫ്ഗാനി ഖേദിച്ചു മടങ്ങിയിട്ടില്ല. അവർ സലഫികളല്ല. ഇത് പറയുമ്പോ ചില ആളുകൾക്ക് ഒരു ബോംബിട്ട മാതിരി, എന്താ ഈ പറയണേ? ജമാലുദ്ദീൻ അഫ്ഗാനി സലഫി അല്ലാന്നോ? അയാൾ വലിയ ഇസ്ലാഹി നേതാവല്ലേ? മുഹമ്മദ് അബ്ദു സലഫി അല്ലാന്നോ? അയാൾ വലിയ സലഫി നേതാവല്ലേ? ഈജിപ്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിനും സലഫി ഇസ്ലാഹി പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം കൊടുത്ത ആളുകളാണ് അവർ എന്നത് ശരിയാണ്. പക്ഷേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും പുരോഗമന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തു എന്നതല്ലാതെ സലഫിയത്ത് അയാൾ ഉൾക്കൊണ്ടിട്ടില്ല. അപ്പൊ ഈ പുതിയ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സക്കരിയ സ്വലാഹിക്ക് മനസ്സിലാകുകയാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും മുഹമ്മദ് അബ്ദു ഒന്നും സലഫി അല്ല. ഇത് ഇയാൾ തുറന്നു പറയാൻ. പക്ഷെ കേരളത്തിൽ ഇവർ പ്രചരിപ്പിച്ച ആശയം മുഹമ്മദ് അബ്ദുവിന്റെ ആശയമാണ്, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ആശയമാണ്. ഇത് അവർ തുറന്ന് എഴുതി, എത്രയെങ്കിലും തവണകളിൽ എഴുതി. കേട്ടോളൂ നിങ്ങൾ. ഒന്നാമതായി സലാം സുല്ലമി എന്ന് പറയട്ടെ. സലാം സുല്ലമി പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, കേരളത്തിൽ ഒരുപാട് സംവാദങ്ങൾ നടന്നു, ഒരുപാട് ഖണ്ഡന പ്രസംഗങ്ങൾ നടന്നു, ഒരുപാട് ആദർശപ്പെടുന്ന വേദികൾ നടന്നു. ഈ വേദികളിൽ മുഴുവനും മഹാനായ പതി ഉസ്താദ് അവറുകളും ഇ കെ ഹസൻ മുസ്ലിയാർ അവറുകളും ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവറുകളും അള്ളാഹു അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലായി കൊടുക്കുമാറാകട്ടെ, ദറജ എത്തി കൊടുക്കുമാറാകട്ടെ. ആ മഹാന്മാരായ ആളുകൾ അവര് മരിക്കുവോളം കേരളത്തിലെ മുജാഹിദുകളെ നേരിട്ടത് ഏതൊരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ്. ഇത് നമ്മുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പഠനവേദി കൂടിയാണ്. ഏതൊരു ആശയത്തെ നേരിടാൻ വേണ്ടിയായിരുന്നു അത് ജമാലുദ്ദീൻ അഫ്ഗാനി, മുഹമ്മദ് അബ്ദു, റഷീദുർ റിള രൂപപ്പെടുത്തിയ പുതിയ തൗഹീദിനെ നേരിടാൻ വേണ്ടിയാണ്, പുതിയ ഒരു നിർവചനത്തെ നേരിടാൻ വേണ്ടിയാണ്, പുതിയ ഒരു സിദ്ധാന്തത്തെ ഗണ്ണിച്ചുകൊണ്ടാണ്. എന്താണ് അത്? അഭൗതിക മാർഗത്തിൽ, ശ്രദ്ധിക്കണം നന്നായി, അഭൗതിക മാർഗത്തിൽ, അദൃശ്യമാർഗത്തിൽ, കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറത്ത് അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്താൽ ശിർക്ക് വരുന്നതാണ്. ഇതാണ് അവർ രൂപപ്പെടുത്തിയ ആശയം എന്ന് പറയുന്നത്. അദൃശ്യമാർഗത്തിൽ അല്ലാഹു അല്ലാത്തവരിൽ നിന്നോ അല്ലാഹു അല്ലാത്ത വസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ ഒരു ദോഷം നമ്മൾ ഭയക്കുന്നു, അല്ലെങ്കിൽ ഒരു ഗുണം നമ്മൾ പ്രതീക്ഷിക്കുന്നു, അപ്പൊ അവിടെ ശിർക്ക് വന്നു എന്നാണ് അവരുടെ വാദം. ഈ വാദത്തിനെതിരെയാണ് വാദപ്രതിവാദങ്ങളായ വാദപ്രതിവാദങ്ങൾ മുഴുവനും കേരളത്തിൽ അരങ്ങേറിയത്. നമ്മൾ ആലോചിക്കണം, അതിന്റെ പേരിൽ എന്ത് അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുജാഹിദുകൾ മന്ത്രം പാടില്ല എന്ന് പറഞ്ഞത്? മന്ത്രം പാടില്ല എന്നവർ പറഞ്ഞോ എന്ന് ഇന്ന് സംശയിക്കുന്ന മുജാഹിദുകളുണ്ട്. ആ മുജാഹിദ് സഹോദരന്മാരോട് ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം വായിക്കാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്.
മുജാഹിദുകൾ പ്രസിദ്ധീകരിച്ച KNM പുറത്തിറക്കിയ ഇസ്ലാഹി പ്രസ്ഥാനം, ഈ ഇസ്ലാഹി പ്രസ്ഥാനം എന്ന പുസ്തകം KNM-ന്റെ പ്രസിദ്ധീകരണം, ഈ പ്രസിദ്ധീകരണത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം വരുത്തിയ മാറ്റങ്ങൾ എന്ന ഒരു ഹെഡിങ്ങിൽ അവർ കൊടുത്ത കുറെ കാര്യങ്ങൾ കാണാൻ കഴിയും. കേട്ടോളൂ, അതിൽ എന്തെല്ലാമാണ് ഉള്ളത്. സിഹർ, ബ്രാക്കറ്റിൽ മാരണം, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, നൂല്, മന്ത്രം, പിഞ്ഞാണമെഴുത്ത്, മന്ത്രിച്ചൂതിയ വള്ളം, മൗലൂദ്, റാത്തീബ്, ഹദ്ദാദ്, കുത്തുബിയത്ത്, മാലപ്പാട്ടുകൾ, കുപ്പിപ്പാട്ടുകൾ, പക്ഷിപ്പാട്ടുകൾ, ഗുളികൻ, ജിന്ന്, റൂഹാനി തുടങ്ങിയ പിശാച് സേവകൾ എന്നിവ ചികിത്സാ രീതികളായി സ്വീകരിക്കുന്ന ശിർക്കൻ വിശ്വാസം കേരളത്തിൽ മുജാഹിദുകൾ മാറ്റം വരുത്തിയ വിഷയങ്ങളാണ്. ആലോചിക്കണം, എന്തൊക്കെയാണ് ഇതിലുള്ളത്. മന്ത്രം, അത് ശിർക്ക്. സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കൽ ശിർക്ക്. ജിന്ന് വിശ്വാസം ശിർക്ക്. തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശിർക്ക്. എന്താ കാരണം? മാനദണ്ഡം എന്താണ്? മാനദണ്ഡം എന്താ? അല്ലാഹു അല്ലാത്ത വസ്തുക്കളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ അഭൗതിക മാർഗത്തിൽ ഒരു ഗുണം അല്ലെങ്കിൽ ഒരു ദോഷം പ്രതീക്ഷിക്കലോ ഭയപ്പെടലോ ശിർക്കാകുന്നു. ഈ മാനദണ്ഡം ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് അവര് പറഞ്ഞു, മന്ത്രം എങ്ങനെയാ ഫലിക്കുന്നത് നമുക്കറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് അറിയാത്ത മാർഗത്തിൽ അല്ലാഹ് അല്ലാത്തതിൽ നിന്ന് ഒരു ഗുണം നമ്മൾ പ്രതീക്ഷിക്കലാണ്. അപ്പൊ മന്ത്രം ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. മുജാഹിദുകളുടെ വാദം. ഉമർ മൗലവി ഫാത്തിഹയുടെ തീരത്ത് എഴുതിയ വാദം, ഗ്രന്ഥങ്ങളായ ഗ്രന്ഥങ്ങളിൽ മുഴുവനും അവരെഴുതിയ വാദം, പുസ്തകങ്ങളായ പുസ്തകങ്ങളിൽ പ്രചരിപ്പിക്കപ്പെട്ട വാദം, ആ വാദമാണിത്. സിഹിർ അതിന് ഫലമുണ്ട് എന്ന് വിശ്വസിച്ചാൽ, അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചാൽ, നമുക്കറിഞ്ഞുകൂടാത്ത വഴിയാണത്. സിഹിർ കൊണ്ട് എങ്ങനെയാണ് ഉപദ്രവം ഉണ്ടാകുന്നത് അറിഞ്ഞുകൂടാ. അപ്പൊ നമുക്ക് അറിയാത്ത ഒരു വഴിയിൽ അല്ലാഹു അല്ലാത്തതിൽ നിന്ന് ഒരു ഉപദ്രവം നമ്മൾ ഭയപ്പെടുകയാണ്. അപ്പൊ ശിർക്ക് വന്നുപോയി എന്നാണ് ഇവരുടെ വാദം. ഈ വാദമാണ് കേരളത്തിൽ ഇവർ പ്രചരിപ്പിച്ചത്. ആ വാദം എവിടെ നിന്ന് കിട്ടി? ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്ന്. ഈ വാദം എവിടെ നിന്ന് കിട്ടി? റഷീദ് റിളയിൽ നിന്ന്. ഈ വാദം എവിടെ നിന്ന് വന്നു? മുഹമ്മദ് അബ്ദുവിൽ നിന്ന്. അത് കേരളത്തിൽ ഇവർ പ്രചരിപ്പിച്ചു. എന്നാൽ ആ മുഹമ്മദ് അബ്ദുവും ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയും സലഫിയത്ത് ഇല്ലാത്തവരാണ് എന്ന് ഇന്ന് കേരളത്തിൽ മുജാഹിദുകൾ പ്രസംഗിക്കുകയാണ്. മുജാഹിദുകൾ ഒരു വിഭാഗം. ഇനി കേൾക്കണേ, മുജാഹിദുകളുടെ നേതാവായ സലാം സുല്ലമി എഴുതി. അയാൾ പറയുന്നത് എന്താണെന്നറിയോ? അയാൾ പറയുന്നത് ഇബാദത്തിന്റെ നിർവചനമായി നാം പറയാറുള്ളത്, ഇന്ന് പിളർപ്പന്മാർക്ക് അസ്വീകാര്യനായ, പിളർപ്പന്മാർ എന്ന് പറഞ്ഞാൽ സക്കരിയ സലാഹി അംഗീകരിക്കുന്നവരും എന്നാണ് സലാം സുല്ലമി പറയുമ്പോൾ അതിന്റെ മഴ. അപ്പോ ഇയാൾ പറയുന്ന അങ്ങനെയാണ്, അസ്വീകാര്യനായ ഇമാം റഷീദുർ റിള തന്റെ തഫ്സീറിൽ പറഞ്ഞ അഭിപ്രായമാണ് ഈ നിർവചനം. ഇനി കേട്ടോ, ഈ നിർവചനം സലഫുകളിൽ ഒരു പണ്ഡിതനെങ്കിലും പറഞ്ഞത് നമുക്ക് ഉദ്ധരിക്കുവാൻ സാധ്യമല്ല. മനസ്സിലായോ? റഷീദുർ റിള പറഞ്ഞ ഈ നിർവചനം ലോകത്ത് കഴിഞ്ഞുപോയ ഓരൊറ്റ പണ്ഡിതനും ആ പറഞ്ഞതായി ഉദ്ധരിക്കാൻ കഴിയൂല. പക്ഷെ ഇവരെ പേരെന്താ? സലഫികൾ. സലഫികൾ എന്ന് പറഞ്ഞാലോ സലഫു സാലിഹീങ്ങൾ അംഗീകരിക്കുന്നവരെന്നാണ് അതിന്റെ അർത്ഥം വരേണ്ടത്. പക്ഷേ തൗഹീദ് വിഷയത്തിൽ ഇവർ സ്വീകരിച്ചതോ സലഫു സാലിഹീങ്ങളുടെ ആശയത്തിന് വിരുദ്ധമായ ബുദ്ധിയിൽ ഊന്നിയ, യുക്തിയിൽ ഊന്നിയ യുക്തിവാദ ചിന്താഗതികൾ ലോകത്ത് പ്രചരിപ്പിച്ച റഷീദുർ റിളയുടെ വാദഗതിയാണ്, മുഹമ്മദ് അബ്ദുവിന്റെ വാദഗതിയാണ്, ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ വാദഗതിയാണ്. പേരോ സലഫി എന്നാണ്. ആലോചിച്ച് നോക്കൂ, എന്തൊരു വലിയ വൈരുദ്ധ്യമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞ എന്തിനാ? ലോകത്ത് ഇസ്ലാമിൽ അടിസ്ഥാന വിഷയമായ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും സലഫു സാലിഹീങ്ങളുടെ മാതൃകകളും മാർഗങ്ങളും വഴികളും നിർവചനങ്ങളും അടിസ്ഥാനങ്ങളും വിട്ട് അഖ്ലാനി ചിന്താഗതിക്കാരായ, യുക്തിവാദ ചിന്താഗതിക്കാരായ റഷീദുർ റിളയുടെ ആശയം സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകൾ അവര് കേരളത്തിൽ ചില ആശയങ്ങൾ പ്രചരിപ്പിക്കുകയുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മണ്ടല്ലോ, ഈ മുജാഹിദുകൾ അവര് മന്ത്രത്തെ നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്, എഴുതിയത് എത്രയാണ് ഇതിന്റെ ഉദ്ധരണികൾ ഉള്ളത്. ഞാൻ ആ ഉദ്ധരണികളിലേക്ക് കടന്നുപോയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ അങ്ങോട്ട് വിശദമായി ഇപ്പോൾ കടന്നു പോവുകയല്ല.
പുസ്തകങ്ങളായ പുസ്തകങ്ങളിൽ മുഴുവനും മറഞ്ഞ വഴിയിൽ അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്താൽ ശിർക്കായി പോകുമെന്ന് പറഞ്ഞവർ ഈ നിർവചനത്തെ ഒന്ന് മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പറഞ്ഞാല് ഇത് സക്കരിയ സലാഹി മാത്രമൊന്നുമല്ല, സക്കരിയ സലാഹി മാത്രമാണ് എന്നും നിങ്ങൾ കരുതണ്ട. എല്ലാ വിഭാഗം മുജാഹിദുകളും. പക്ഷേ അവരുടെ കൂട്ടത്തിൽ ഒരു വ്യക്തിയും അയാളെ ചുറ്റിപ്പറ്റിയ കുറച്ച് ആൾക്കാരുണ്ട്. ആരാ? അബ്ദുറഹ്മാൻ ഇരിവേറ്റി എന്ന് പറയുന്ന ഒരു മൗലവിയാണ്. ഇയാള് പറയുന്നത് നമ്മൾ പണ്ട് പറഞ്ഞ അവിടെ നിൽക്കണം എന്നാണ്. മൂപ്പര് പറയുന്നത് അങ്ങനെയാണ്. മന്ത്രം ഫലിക്കൂല തന്നെ. പക്ഷേ ഇവരുടെ ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറഞ്ഞൊരു ബിദ്അത്തിന്റെ സംഘടന ഉണ്ടല്ലോ, ബിദ്അത്ത് പണ്ഡിത സഭ ഉണ്ടല്ലോ. ആ പണ്ഡിത സഭ പറയുന്നത് എന്താണെന്നറിയോ? റുഖിയ ശർഇയ്യ എന്ന ഒരു ഇനമുണ്ട്, ശറയിൽ അനുവദിക്കപ്പെട്ട മന്ത്രം എന്ന ഒരു ഇനമുണ്ട്. ആ ശറയിൽ അനുവദിക്കപ്പെട്ട മന്ത്രം അത് നമ്മൾ അംഗീകരിക്കണം എന്നാണ് അവരുടെ വാദം. അപ്പോ ഇരുവേറ്റിയുടെ ചോദ്യം, അതെങ്ങനെ? മന്ത്രം ഏത് തരത്തിലുള്ള മന്ത്രമായാലും മന്ത്രത്തെ അംഗീകരിച്ചാൽ നമുക്ക് അറിയാത്ത വഴിയിലുള്ള ഉപകാരം മന്ത്രത്തിലൂടെ പ്രതീക്ഷിക്കലല്ലേ? അപ്പോൾ മന്ത്രം ഫലിക്കുമെന്ന വിശ്വാസത്തിലൂടെ അത് നിങ്ങൾ റുഖിയ ശർഇയ്യ എന്ന് പേരിട്ടാലും വേറെ എന്ത് പേരിട്ടാലും അത് ശിർക്കായി പോകൂലേ? അതുകൊണ്ട് നമുക്ക് ഒരു മന്ത്രത്തെയും അംഗീകരിക്കാൻ പറ്റുകയില്ല. മുജാഹിദ് മൗലവിമാർ ഇന്ന് അവരുടെ ജംഇയ്യത്തുൽ ഉലമ പറയുന്നത് എന്താണ്? മുജാഹിദുകളെ ജംഇയ്യത്തുൽ ഉലമ, ആ ജംഇയ്യത്തുൽ ഉലമ പറയുന്നത്, സഹോദരന്മാർ വളരെ നന്നായി മനസ്സിലാക്കേണ്ട വിഷയമാണ്. സിഹിർ ഫലിക്കും, പക്ഷേ സിഹിർ ഫലിക്കും, ജിന്ന് കൂടും, പക്ഷേ ജിന്നിനെ അടിച്ചിറക്കലില്ല. അപ്പൊ ഇരുവേറ്റിന്റെ ചോദ്യം എന്താ? ചോദ്യം, ആ ജിന്ന് ഉപദ്രവിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ, സിഹിർ ഫലിക്കുമെന്ന് പറഞ്ഞാൽ തന്നെ, എന്നാൽ തന്നെ ശിർക്ക് വരൂലേ മൗലവിമാരെ? കാരണം എന്താ? നമുക്ക് അറിയാത്ത മാർഗത്തിൽ ഉപദ്രവിക്കലാണല്ലോ, അദൃശ്യ മാർഗത്തിൽ ഉപദ്രവം ഉണ്ടാക്കലാണല്ലോ. അപ്പൊ അവിടെ ശിർക്ക് വന്നില്ലേ? ഇരുവേറ്റിയുടെ ചോദ്യമാണ്. ആ ഇരുവേറ്റി ഇപ്പോഴും നമ്മളെ റഷീദ് റിളയുടെ, മുഹമ്മദ് അബ്ദുവിന്റെ, ജമാലുദ്ദീൻ അഫ്കാരിയുടെ കൂടെ നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഇവരുടെ ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ഒരു ഭാഗം അംഗീകരിക്കുന്നു, ഒരു ഭാഗം തള്ളിപ്പറയുന്നു. സക്കരിയ സലാഹിയുടെ ആശയോ മൂപ്പര് പറയുന്നത് മന്ത്രമുണ്ട്, സിഹിർ വലിക്കലുണ്ട്, ജിന്നു കൂടലുണ്ട്. ജിന്നിനോട് നമ്മൾ സഹായം ചോദിച്ചാല് അത് ശിർക്കാവുകയില്ല. അതേപോലെ തന്നെ കൂടിയ ജിന്നിനെ അടിച്ച് ഇറക്കാവുന്നതാണ്. ഇതൊക്കെയാണ് അയാൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദഗതികൾ. നോക്കണേ മുസ്ലിങ്ങളെ, തൗഹീദിന്റെ വിഷയത്തിലുള്ള ഭിന്നതയാണ്. ഇതിൽ ഒരു കക്ഷിയും മറ്റൊരു കക്ഷിയെ അംഗീകരിക്കുന്നില്ല. ഒരു കക്ഷിയും മറ്റൊരു കക്ഷിയെ അംഗീകരിക്കുന്നില്ല. വളരെ ഗൗരവതരമായ വിഷയമാണ്. ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ശിർക്ക് ആരോപിക്കുന്ന കക്ഷികൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ശിർക്ക് ആരോപിക്കുന്ന കക്ഷികൾ ലോകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഉദാഹരണമായി പറഞ്ഞാൽ, ഇവർ എല്ലാ വിഭാഗവും പണ്ട് പറഞ്ഞിരുന്നത് സുന്നികളായ ആളുകൾ മുശ്രിക്കുകളാണ് എന്നല്ലേ, ഇസ്ലാമിന്റെ പുറത്തു പോയി എന്നല്ലേ. അന്ന് ജമാഅത്ത് ഇസ്ലാമി അക്കൂട്ടത്തിൽ ഒന്ന്, മുജാഹിദുകൾ എല്ലാവരും ഒന്ന്. എന്നാൽ ഇന്ന് ജമാഅത്ത് ഇസ്ലാമി ശിർക്കിലാണെന്ന് മുജാഹിദ് പറയും, മുജാഹിദ് ശിർക്കിലാണെന്ന് ജമാഅത്ത് ഇസ്ലാമി പറയും. മുജാഹിദുകളിലെ ഓരോ കക്ഷിയും അവരുടെ കൂട്ടത്തിലെ മറ്റൊരു കക്ഷി അത് ശിർക്കിലാണെന്ന് പറയും. അതിദയനീയമായ സാഹചര്യം. ഇവിടെ ആരായി മുസ്ലിം ഉള്ളത്? മുജാഹിദികളെ, ഇവിടെ ആരാങ്ങൾ വന്നതിന് ശേഷം മുസ്ലിമായി ഉള്ളത്? ഞാൻ അതിന്റെ ഒന്ന് രണ്ട് സാമ്പിളുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ഇപ്പൊ നോക്ക്, നിങ്ങൾ അലിമദനി മടവൂർ വിഭാഗത്തിന്റെ ഒരാളാണ്. ഈ അലിമദനി എന്ന് പറയുന്ന ആൾ സക്കരിയെ പറ്റി പറയുന്നത് എന്താണ്? അയാള് ശിർക്കിന്റെ ആളാണ്. ജിന്നിനോട് സഹായം ചോദിക്കാമെന്ന്, അല്ലെങ്കിൽ ജിന്നിന്റെ സഹായം പൂജിച്ചാൽ കിട്ടുമെന്ന്, ഇബാദത്ത് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞത് വഴി സക്കരിയ ശിർക്കിലേക്ക് പോയി എന്ന് അലിമദനി അതാ പറയും. വളരെ കൃത്യമാണ്. ജിന്നുകളെ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്താൽ അവർ നമ്മെ സഹായിക്കുമെന്ന വാദം 916 ശിർക്കാണ്. ആ ശിർക്കും കുഫറുമാണ് സക്കരിയ സലാഹി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. സ്നേഹപൂർവം യഥാർത്ഥ മുജാഹിദുകളെ തിരിച്ചറിഞ്ഞോ, നാറിയവനെ പേറിയാൽ പേറിയവനും നാറും. എന്താ പറഞ്ഞത്? സക്കരിയ സലാഹി പ്രചരിപ്പിക്കുന്ന 916 ശിർക്കാൻ. കേട്ടല്ലോ? വിശദീകരണത്തിന് ആവശ്യമില്ല, വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എന്നാൽ സക്കരിയ സലാഹി, ആ സക്കരിയ സലാഹി
മുജാഹിദുകളെ സംബന്ധിച്ച് എന്ന് പറയുന്നത് എന്താണ്? മുജാഹിദുകളെ സംബന്ധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കേണ്ടത്, അവര് പിളർന്നല്ലോ, ഭിന്നിച്ചല്ലോ. അങ്ങനെ ഈ ഭിന്നിച്ച കക്ഷി ഇടവണ്ണ അവരുടെ സ്ഥാപനത്തിൽ യോഗം ചേർന്നു. അങ്ങനെ യോഗം ചേർന്നിട്ട് സക്കരിയ സലാഹിയെ ശിർക്കിന്റെ ആളായി ചിത്രീകരിക്കുന്ന എല്ലാ അടവ് നയങ്ങളും പ്രയോഗങ്ങളും നടത്തി. അപ്പൊ സക്കരിയ സലാഹി പറയുന്നത് അറിയോ? ഇത് 2012 തൗഹീദുകാരാ. തൗഹീദ് 2012 എന്നതിന് പേരിടേണ്ടതെന്നാണ്. നമ്മൾ ഇത്ര കാലം പറഞ്ഞത് അത് ശിർക്കാണെന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ മുശ്രിക്കായി. ഇത് തൗഹീദ് 2012 ആൾക്കാരാണ് എന്ന് പറഞ്ഞ് സക്കരിയ സലാഹി, അബ്ദുറഹ്മാൻ സലഫി, അതുപോലെ അപ്പുറത്തുള്ള അനസ്, അപ്പുറത്തുള്ള ഹനീഫ് മൗലവി തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചതാ സക്കരിയ സലാഹി പറയുന്നത്. നിങ്ങൾ കേട്ടോളൂ. ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ തൗഹീദ് 2012 എന്നാണ് ഇപ്പോ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്നൊരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ ഹനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളൊക്കെ മാറ്റി പറയണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവർ പോയി ഇടവണ്ണയിൽ പോയി തൗബ ചെയ്തത്രേ, കരഞ്ഞത്രേ. അവർ രണ്ടുപേര് കരഞ്ഞാ തീരുന്നതാണോ ഈ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ കാത്തു സൂക്ഷിച്ച തൗഹീദ് അതിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുമ്പോ ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി അബ്ദുറഹ്മാൻ സലഫി കുസു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഏത്തമിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമല്ലേ? ഈ പ്രസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ജമിയത്തുമ്പോ പഠിപ്പിച്ചു തന്നു എന്നാണ് നമ്മളെ സഹോദരൻ അനസ് പറയുന്നത്. നിങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ മതിയോ? ഇത് പ്രസംഗിച്ച് നടക്കുന്ന എത്ര ആളുണ്ട് ഇവിടെ? ഇതിനു വേണ്ടി വാദിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട് ഇവിടെ? നിങ്ങളൊന്ന് എഴുതി വിചിന്തനത്തില് നിങ്ങളൊന്ന് പ്രസംഗിക്കുക ജനങ്ങളോട്. എന്നിട്ട് എല്ലാവരും അംഗീകരിച്ചിട്ടല്ലേ ഇത് പുറത്തു പറയല്? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പുതിയ തൗഹീദ് കണ്ടുപിടിച്ചിട്ട് ആ തൗഹീദ് എല്ലാവരും അംഗീകരിക്കണം എന്നാണ് ഇപ്പോഴത്തെ വാദം. അപ്പോ തൗഹീദ് 2012 ആൾക്കാർ ഇവരിപ്പോ ഇസ്ലാമിന്റെ പുറത്തുപോയി അയാൾ പറയുന്നത്. തൗഹീദ് 2000 ഒരു പുതിയ തൗഹീദ് അവതരിപ്പിച്ചത്. നമ്മളാരും ഇതുവരെ അംഗീകരിക്കാത്ത, അറിയാത്ത, വിശ്വസിക്കാത്ത, ഉൾക്കൊള്ളാത്ത ഒരു പുതിയ ആശയം. അതാണ് മൂവർ സംഘം. ഏതായി മൂവർ സംഘം? അബ്ദുറഹ്മാൻ സലഫി, അനസ്, ഹനീഫ് തുടങ്ങിയിട്ടുള്ള ആളുകൾ ഇവര് അവതരിപ്പിച്ച പുതിയ വാദം. ഈ പുതിയ വാദം തൗഹീദ് 2012 ആണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ തിരിച്ചടിക്കുകയാണ്. പോരാ, മടവൂർ മൗലവി അലിമദനി സക്കരിയ സലാഹിയെ ഷിർക്കിന്റെ ആളാക്കി ചിത്രീകരിച്ചപ്പോ സക്കരിയ സലാഹി തിരിച്ചടിച്ചു. എങ്ങനെയാ തിരിച്ചടിച്ചത്? എന്നാൽ മടവൂർ ഗ്രൂപ്പിന്റെ നേതാക്കൾ സാധാരണ പ്രവർത്തകരല്ല, നേതാക്കൾ തന്നെ ഷിർക്കിലും കുഫറിലുമാണ്. ആരാ പറയുന്നത്? സക്കരിയ സലാഹി പറയാൻ മങ്കട അബ്ദുൽ അസീസ് മൗലവി. ഈ മൗലവി ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സക്കരിയ അതിനെ നേരിട്ടു. നിങ്ങൾ നോക്കൂ ആ ഭാഗം അദ്ദേഹം പറയുന്നത് ആണ്. ഇത് ഇസ്ലാമിനോട് യോജിക്കുന്നതാണ്. ഈ തരത്തിലുള്ള കുഫറും ശിർക്കൊക്കെ പ്രചരിപ്പിക്കലാണ് സുഹൃത്തുക്കളെ ഇവരെ സ്വഭാവം എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയും അതൊന്നും സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഒരു ഭാരവാഹിയല്ലല്ലോ. എന്നാ കേട്ടോളി, സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് അയാൾ എന്താ ചെയ്തത്? അതുകൂടി നിങ്ങളൊന്ന് കേൾക്കണം. അയാള് അമ്പലത്തിലേക്ക് തേങ്ങ നേർച്ചയാക്കി. പാവപ്പെട്ട ഒരു ഹിന്ദുവിന് അരക്കാൻ തേങ്ങല്ലായിട്ട് അയൽവാസിക്ക് തേങ്ങ കൊടുക്കണേൽ ഇപ്പൊ ആരും ഇവിടെ എതിരല്ല. 1 അല്ല 10 തേങ്ങ നമ്മൾ കൊടുക്കും, അരിയും കൊടുക്കും, എന്തും കൊടുക്കും. പക്ഷെ ഇതല്ല. ഇതെന്താ ചെയ്തെന്ന് നിങ്ങള്? മങ്കട ജുമുഅത്ത് പള്ളിയുടെ 400 മീറ്റർ ദൂരെ 2000 വർഷങ്ങൾക്ക് മുന്നേ ക്ഷേത്രം നിലനിന്നിരുന്നതായി കണ്ടെത്തിയിരുന്നു. മനോരമയുടെ ശ്രീയിൽ വന്നതാണ്, മൈത്രിയുടെ ദേവാലയങ്ങൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ ക്ഷേത്രം പുനർനിർമ്മിച്ചതും അവിടെ ദേവപ്രശ്നത്തിൽ കണ്ടതും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയാണ്. 1997 മങ്കട മാണിക്കേടത്ത് മഹാദേവ ക്ഷേത്ര പുനർനിർമ്മാണം തുടങ്ങിയത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായി. ക്ഷേത്രത്തിൽ ആദ്യത്തെ തേങ്ങയുടക്കൽ ചടങ്ങിനുള്ള തേങ്ങ മറിയുമ്മയുടെ സഹോദരനായ മങ്കട അബ്ദുൽ അസീസ് മൗലവിയാണ് നൽകിയത്. ഇങ്ങനെയുണ്ട്. അമ്പലത്തിൽ തേങ്ങ ഉടക്കുക എന്തിനാത്? മുട്ടൊക്കെ തീരാൻ വേണ്ടിയിട്ട്. ദേവീദേവന്മാരെ കടാക്ഷം കിട്ടിയാലല്ലേ മുട്ടു തീരുള്ളൂ. അതുകൊണ്ട് അസീസ് മൗലവിന്റെ വകയൊരു തേങ്ങ ഇരിക്കട്ടെ. തേങ്ങയുടക്കൽ പാവപ്പെട്ട ഹിന്ദുവിന് തേങ്ങ കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമല്ല. 10 അല്ല, ഒരു ലോഡ് തേങ്ങ വേണമെങ്കിൽ പാവപ്പെട്ട ഹിന്ദുക്കൾ കൊടുത്തോളും. പക്ഷേ തേങ്ങയുടക്കാൻ അമ്പലത്തിലേക്ക് നേർച്ച നേരാന്ന് പറഞ്ഞാൽ ഏകദൈവ സിദ്ധാന്തത്തിന് തികച്ചും എതിരാണത്. ഇത് ഞാൻ എന്തിനാ കേൾപ്പിച്ചറിയോ? ഇസ്ലാമിൽ കടന്നു വന്ന അവാന്തര വിഭാഗമായ മുജാഹിദുകൾ
ഈ മുജാഹിദുകൾ അവര് പിളർന്ന് പല കക്ഷികളായപ്പോ ലോകത്തെ എല്ലാ പിഴച്ച കക്ഷികളും ഉൾക്കൊള്ളുന്ന ഒരു പൊതു സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ, എന്താ? ഒരു കക്ഷി മറ്റേ കക്ഷിനെ അംഗീകരിക്കൂല. അതിവിടെ കേരളത്തിലെ മുജാഹിദുകളിലും കാണുകയാണ്. മടവൂർ ഗ്രൂപ്പുകാർ സക്കരിയ സലാഹി ശിർക്കില എന്ന് പറയുമ്പോൾ സക്കരിയ സലാഹി ഇപ്പുറത്താ ശിർക്കില്ല എന്ന് പറയുന്നു. സക്കരിയ സലാഹി ശിർക്കിലാന്ന് അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും പറയുമ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരുമാണ് ശിർക്കിൽ എന്ന് പറയുന്നു. നമ്മളെ പറ്റി പണ്ടേ കൂട്ടർ പറഞ്ഞത് അങ്ങളൊക്കെ ഇസ്ലാമിന്റെ പുറത്താണ്, മുസ്ലിയാക്കളാണ് ഇവിടുത്തെ ഏറ്റവും ഇസ്ലാമിന്റെ ശത്രു അല്ലേ പറഞ്ഞ ആളുകളാണ് ഇവര്, ഏറ്റവും വലിയ ശത്രു. അതിന് എത്രയോ ക്ലിപ്പ് കാണിക്കാണ്ട് ഞാൻ സാമ്പിളിൽ ഒന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധയിലേക്ക് എടുത്തു വെക്കുകയാണ്. ആലോചിച്ച് നോക്കൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോർജ് W. ബുഷ് ഒന്നല്ല ഇസ്ലാമിന്റെ ശത്രു. പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾക്കൊള്ളുന്ന കാന്തപുരം സുന്നികളാണ് കേരളത്തിൽ ഇസ്ലാമിന്റെ പിശാച് കഴിഞ്ഞ ഏറ്റവും വലിയ ശത്രു. കാരണം ഇവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചവനൊക്കെ നരകത്തിലാണ്. RSSകാർക്ക് ഒന്നാം സ്വർഗത്ത് പോകും മുസ്ലിം ആണെങ്കിൽ. ബോംബിട്ടിട്ട് ആ പ്രദേശത്തെ മുസ്ലിങ്ങളൊക്കെ മരിച്ച പോലെ രക്തസാക്ഷികളാണ്. പക്ഷെ സുന്നി വിശ്വാസം അനുസരിച്ച് മരിച്ച ആജീവനാന്തം നരകത്തില. അപ്പൊ ആരാ ഏറ്റവും വലിയ ശത്രു? ആരാ ഏറ്റവും വലിയ ശത്രു? എന്നാല് ഇപ്പൊ നമ്മളെ സാഹിബിനെ പറ്റിയും പറയുന്നത് എന്താ അറിയോ? മുജാഹിദീങ്ങള് മൂപ്പര് ശിർക്കിലാതാ, ഇയാളും ശിർക്കിലാതാ. അപ്പൊ മുജാഹിദീങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? കാരണം എന്താ? ഒന്നുകിൽ ഇയാൾ സക്കരിയന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ അബ്ദുറഹ്മാൻ സലഫിന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ മടവൂരിന്റെ കൂടെ കൂടണം, അല്ലെങ്കിൽ ഇരുവേറ്റിയുടെ കൂടെ കൂടണം, ഇനി അതും അല്ലെങ്കിൽ മങ്കട സുബൈറിന്റെ കൂടെ കൂടണം. സുബൈർ മൗലവിന്റെ കൂടെ കൂടിയാൽ എന്താ സംഭവിക്കുക? മൂപ്പര് പറയുന്നത് സംഘടനയിലൊക്കെ കൂടിയാൽ ഇപ്പോ നരകത്തിലേക്കാ നമ്മൾ എത്തുക. അതുകൊണ്ട് സംഘടന വേണ്ട. നബിമാരൊക്കെ ആടിനെ പോറ്റിയ ആളുകളാണ്, അതുകൊണ്ട് ഒരു 5-10 ആടിനെ വാങ്ങി മലയിലേക്ക് നമുക്ക് മെല്ലെ നീങ്ങാം നാം മൂപ്പരവാദം. അതാണ് ഈ ആട് മുജാഹിദ് എന്ന് പറയപ്പെടുന്ന ടീം. അങ്ങനെ ഒരു ആട് മുജാഹിദും ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ വല്ല കഥ അറിയോ? ദുനിയാവില് നമ്മളെ ഇൽബസാറില് 4-5 മുജാഹിദീങ്ങള്, ഞാനിവിടെ ഒരുപാട് തവണ പ്രസംഗിച്ചു, ഈ സ്റ്റേജിൽ പ്രസംഗിച്ചു, ഈ പ്രദേശത്ത് പ്രസംഗിച്ചു അല്ലേ? എത്ര പ്രസംഗങ്ങൾ നടത്തി ഇവിടെ. നമ്മുടെ ചുണക്കുട്ടികൾ അവരുടെ മുന്നിൽ തൊടുത്തുവിട്ട ചോദ്യങ്ങൾക്ക് ഇന്നവരെ ഈ ഹിൽബസാറിലോ കേരളത്തിലോ ഉള്ള മുജാഹിദുകൾക്ക് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെയുള്ള നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രവർത്തകന്മാർ അൽഹംദുലില്ലാഹ് വെറുതെ ആയിട്ടില്ല. നമ്മുടെ പരിശ്രമങ്ങൾ അത് കുറിക്കുകൊണ്ടിട്ടുണ്ട് എന്നത് കാലം സാക്ഷിയാണ്. ചരിത്രങ്ങളും സംഭവങ്ങളും അടയാളപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് ഈ പരിശ്രമങ്ങൾ നമുക്ക് നിർത്താൻ പറ്റിയ ഒന്നല്ല. അങ്ങനെ മുജാഹിദുകൾ അവർ ഒരു ഗ്രൂപ്പും മറ്റൊരു ഗ്രൂപ്പിനെ അംഗീകരിക്കുന്നില്ല. പിളർപ്പ് തൗഹീദിന്റെ വിഷയത്തിൽ വീണ്ടും പിളർന്നു കൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം? കാരണം ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയ നിർവചനമാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? പഴയ കാലത്ത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാര് ഈ നിർവചനത്തെ നേരിട്ടുകൊണ്ട് മുജാഹിദുകളോട് ചോദിച്ചു, അല്ല മുജാഹിദുകളെ, ആനയെ മരം വലിക്കാൻ വിളിച്ചാൽ നിങ്ങളുടെ തൗഹീദ് പൊളിയുമോ? കാരണം മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലാഹ് അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാകുമെന്നല്ലേ നിങ്ങളുടെ വാദം? അപ്പൊ ഒരു മരം വലിക്കാൻ, ഒരു തടി വലിക്കാൻ ആനയോട് പറഞ്ഞാൽ നിങ്ങളെ തൗഹീദ് പൊളിഞ്ഞോ? ചോദിച്ചു നമ്മുടെ പഴയകാല ആലിമീങ്ങൾ. പോലീസുകാരൻ കേസ് തെളിയിക്കാൻ പോലീസ് നായയുടെ സഹായം തേടി. നിങ്ങളെ തൗഹീദ് പോലീസ് നായയുടെ മുമ്പിൽ പൊളിഞ്ഞു പോയോ? ചോദിച്ചില്ലേ? എന്നാൽ ഇതേ ചോദ്യം സക്കരിയ സലാഹി ഇന്ന് മുജാഹിദ് മൗലവിമാരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറെ രസാവകരമായ രംഗം. നിങ്ങൾ ഓർക്കണം, എന്ത് ഇയാള് പറഞ്ഞു? ഒരുപാട് നമ്മുടെ ചോദ്യത്തിന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നപ്പോൾ നിർവചനം അങ്ങ് മാറ്റിയാലോ, ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാലോ? മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ അല്ലാഹ് അല്ലാത്തവരോട് ചോദിച്ചാൽ ശിർക്കാകുമെന്ന നിർവചനം ഒന്ന് മാറ്റിയിട്ട് സൃഷ്ടി കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ എന്നാക്കിയാലോ? അങ്ങനെ സക്കരിയ സലാഹി ഒരു പുതിയ നിർവചനം കൊണ്ടുവന്നു. സക്കരിയ സലാഹി പറയുന്നത് ഞാൻ മാത്രല്ല, അബ്ദുറഹ്മാൻ സലഫിയും നിർവചനക്കാരനായിരുന്നു പണ്ട്. അയാൾ പറയുന്നത് അങ്ങനെയാണ്. അനസുമ്മ നിർവചനക്കാരനാണ്, ഹനീഫുമ്മ നിർവചനക്കാരനാണ്. എല്ലാരും ഇത് അംഗീകരിച്ചതാണ്. മടവൂരികൾക്കെതിരെ നമ്മൾ സമരം ചെയ്തത് ഈ നിർവചനം വെച്ചുകൊണ്ടാണ്. പക്ഷേ എന്നെ മാത്രം പുറത്താക്കി. ഇതൊരു വലിയ വിശദീകരിക്കേണ്ട വിഷയമാണ്. എങ്ങനെ യുക്തിമതത്തിൽ ഈ പുറത്താക്കൽ ഉണ്ടാകുന്നത്? ഇതൊരു യുക്തിവാദ പ്രസ്ഥാനല്ലേ? ഈ യുക്തിവാദ പ്രസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കലോ അകത്താക്കലോ എന്ന് പറയുന്ന സംഭവം ഉണ്ടോ മുജാഹിദുകളെ?
അതിനെന്താ തെളിവ്? ഞാൻ പറയാം. ഓരോന്ന് തെളിവുകൾ സഹിതം പറയാം. ഒരല്പനേരം നിങ്ങൾ ഈ വിഷയത്തെ ഒരു പഠന മനോഭാവത്തോടുകൂടി വീക്ഷിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഓർക്കണം, മുജാഹിദികൾ നിർവചനം മാറ്റിയത് എന്തിനാണ്? സൃഷ്ടി കഴിവിനപ്പുറം എന്ന് പറഞ്ഞാൽ ജിന്നിനോട് ചോദിക്കാം. കാരണം ജിന്നിന്റെ കഴിവിൽപ്പെട്ടതാ ചോദിക്കുന്നത്. മലക്കിനോട് ചോദിക്കാം, അത് മലക്കിന്റെ കഴിവിൽപ്പെട്ടതാ ചോദിക്കുന്നത്. ആനയോട് ചോദിക്കാം, ആനയുടെ കഴിവിൽപ്പെട്ടതാ ചോദിക്കുന്നത്. നായയോട് ചോദിക്കാം, നായയുടെ കഴിവിൽപ്പെട്ടതാ ചോദിക്കുന്നത്. അപ്പൊ തൗഹീദ് പൊളിയൂല. ഇതാണ് അവർ കണ്ടുപിടിച്ചത്. അതുപോലെ സിഹർ അത് ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല, ജിന്ന് അത് ഉപദ്രവിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവൂല എന്ന് ഇങ്ങനെയുള്ള ഒരു വാദത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഈ നിർവചനം ഒന്ന് മാറ്റിയ നിർവചനം അംഗീകരിക്കാത്ത മടവൂരികളോട് ആനയുടെ മുന്നിൽ തൗഹീദ് പൊളിയുമോ എന്ന് സക്കരിയ ചോദിക്കുന്ന രംഗം നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടോളൂ വളരെ കൃത്യമായി. എന്നാൽ ഈ സുല്ലമി പറയുന്നു, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്ത ആരോട് സഹായം തേടിയാലും ശിർക്കാണ്. അപ്പോ നമുക്ക് വലിയൊരു മരം വലിക്കണം, മനുഷ്യന്മാരെ കൊണ്ട് വലിച്ചാക്കാവൂല. അപ്പൊ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു. അതോടുകൂടി സുല്ലമിന്റെ കണക്കനുസരിച്ച് ശിർക്കായി. കാരണം മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ആനയോട് സഹായം തേടിയില്ലേ? അതുപോലെ തന്നെ ഒരു കളവ് തെളിയിക്കാൻ എല്ലാ നിലക്കും ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പോ CIയും SIയും ഒക്കെ കൂടി ഒരു പോലീസ് നായയെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ പോലീസ് നായയുടെ സഹായം തേടി മനുഷ്യ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യത്തിൽ അപ്പൊ ശിർക്കായി. ഉളുപ്പുണ്ടോ മടവൂരികളെ നിങ്ങൾക്ക്? അപ്പോ നിർവചനം മാറ്റിയിട്ടൊന്ന് പിടിച്ചു രക്ഷപ്പെടാൻ സംഗതിയിൽ സക്കരിയ ചെയ്തെന്താണെന്നറിയോ? ഒരുപാട് സ്ഥലത്ത് പരാജയപ്പെട്ട് എന്നാ പിന്നെ ചെറിയൊരു തിരുത്ത് വരുത്തിയാല് ഈ സുന്നി പണ്ഡിതന്മാരുടെ മുന്നിൽ ഇങ്ങനെ വഷളാകണ്ടല്ലോ, അതുകൊണ്ടൊരു ചെറിയ മാറ്റം നമുക്കങ്ങ് ഉണ്ടാക്കി കളയാം എന്ന് തീരുമാനിച്ചിട്ട് മൂപ്പരൊന്ന് രംഗത്ത് വന്നതാ. വേറൊന്നല്ല, സംഗതി വേറൊന്നല്ല, വിഷയം വേറൊന്നല്ല. കാരണം എല്ലാ സ്ഥലത്തും പരാജയപ്പെടുന്നു. കാരണം ആ പഴയ നിർവചനമാണ്. ഒരു ചെറിയ ചേഞ്ച് വരുത്തിയാൽ കുറെ പിടിച്ചു നിൽക്കാലോ എന്നാ മൂപ്പര് കരുതിയത്. അങ്ങനെ കരുതിയിട്ട് രംഗത്ത് വന്നപ്പോൾ വിട്ടില്ല ഇവരിൽ ചില കൂട്ടര്. ചില ആളുകൾ വിട്ടില്ല, പറ്റൂല. കുറെ കാലം കൂടെണ്ടായിരുന്ന ഇത് പ്രസംഗിച്ചു നടന്ന ആളുകളാണ്. അങ്ങനെ അവർ പറഞ്ഞു, എന്താണ് സക്കരിയ സലാഹിയും ജബ്ബാർ മൗലവിയും ഒക്കെ ഇവിടെ പ്രചരിപ്പിച്ചത്? മലക്കിന്റെ സഹായം പ്രതീക്ഷിക്കുന്നത് ശിർക്കല്ല, തന്നെ മലക്ക് സഹായിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ സഹായം ചോദിച്ചാലും അത് ശിർക്കാവുകയില്ല. ആര് പറയുന്നു? ജബ്ബാർ മൗലവി എഴുതുന്നു, സക്കരിയ ന്യായീകരിക്കുന്നു. ഇത്രയും കാലം മനസ്സ് ന്യായീകരിച്ചു, ഇത്രയും കാലം ഹനീഫ് ന്യായീകരിച്ചു. പക്ഷേ ഇപ്പോൾ അവർ തള്ളിപ്പറയുകയാണ്. ഞാനതൊന്ന് വായിച്ചോട്ടെ. ഇസ്ലാഹ് പത്രത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് മുജാഹിദുകൾ എഴുതിയെന്നറിയോ? അവരുടെ നേതാവ് ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിൽ 2007 ഏപ്രിൽ മാസത്തിൽ എഴുതുകയുണ്ടായി. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞു നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാമെന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് ഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെടാത്തതോ തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. രാത്രി ഇങ്ങനെ പോകുമ്പോഴേ വെളിച്ചമില്ലാത്ത സമയത്ത് ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോ ഈ ശബ്ദം ഒരുപക്ഷെ ജിന്നായിരിക്കാം അല്ലെങ്കിൽ മലക്കായിരിക്കാം എന്ന് കരുതിയിട്ട് തന്നെയാണ് ചോദിക്കുന്നത്, ഒരു വെളിച്ചം തരുമോ, ഒന്നെന്നെ സഹായിക്കോ. എന്നാൽ അത് അഭൗതിക മാർഗത്തിലുള്ളതല്ല, അത് ശിർക്കല്ല. ജബ്ബാർ മൗലവി പറയുന്നു, അതേപോലെ സക്കരിയ പറയുന്നു. ഇനിയും പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ബ്രാക്കറ്റിൽ മനുഷ്യൻ, മലക്ക്, ജിന്ന് എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ, എനിക്ക് വഴി കാണിച്ചു തരണേ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായതേട്ടം അതിലില്ല.
അപ്പൊ മലക്കിനോട് ചോദിച്ചാൽ അബൗദിക തേട്ടമല്ല, ജിന്നിനോട് ചോദിച്ചാൽ അബൗദിക മാർഗത്തിലുള്ള തേട്ടമല്ല എന്ന് ജബ്ബാർ മൗലവി പറഞ്ഞപ്പോൾ, സക്കരിയ സലാഹി അതിനെ കൂട്ടുപിടിച്ച് ഇവിടെ പ്രചരിപ്പിച്ചപ്പോൾ, അനസ് മൗലവിയും ഹനീഫ് മൗലവിയും അതിന്റെ പ്രചാരകരായപ്പോൾ, അതിശക്തമായ ഭാഷയിൽ മടവൂർ വിഭാഗത്തിന്റെ മൗലവിമാർ ഇതിനെതിരെ ആഞ്ഞടിച്ചപ്പോൾ, ഇല്ല ജബ്ബാർ മൗലവി പറഞ്ഞതിൽ തെറ്റില്ല എന്ന് കേരളത്തിന്റെ ഗ്രാമങ്ങളിലും മോഹരങ്ങളിലും പ്രസംഗിച്ചു നടന്ന പുരോഹിതന്മാരെ, നിങ്ങൾ ഇത് മാറ്റിമറിച്ചു, നിങ്ങൾ ഇത് വെട്ടിമാറ്റി, എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ തന്നെ പടച്ചോനോട് തൗബ ചെയ്യുകയാണ് എന്ന് മുജാഹിദ് മൗലവിമാര് പ്രസംഗിക്കുകയാണ്. സക്കരിയ സലാഹി തൗബ ചെയ്യാൻ പോയില്ല പോലും, ഇയാൾ പറഞ്ഞ കുമ്പസരിക്കാൻ പോയില്ല എന്നാ. നമ്മൾ മനസ്സിലാക്കണം, ഇവരെ കൂടെ നമ്മൾ കൂടിയാൽ ഇന്ന് പറഞ്ഞത് നാളെ കുമ്പസരിച്ച് ഇവിടെ കഴിച്ചിലാവും, മെല്ലെ രക്ഷപ്പെടാൻ നോക്കും. ഇത് വിശ്വസിച്ച് മരിച്ചുപോയ മുജാഹിദോ, ഹിൽബസാറിൽ മുജാഹിദുകൾ മരിച്ചിട്ടില്ലേ? സക്കരിയാന്റെ വാദം സ്വീകരിച്ച് മരിച്ചുപോയില്ലേ? ഹിൽബസാറിലെ മുജാഹിദുകളിൽ ചിലരെങ്കിലും മരിച്ചുപോയില്ലേ? ഈ അനസും ഹനീഫും പ്രസംഗിച്ചത് കേട്ടിട്ട് മരിച്ചുപോയില്ലേ? ഓ മുജാഹിദുകളെ, അവരെ പറ്റി നിങ്ങൾ എന്താ പറയാ? അനുഭവിച്ചോട്ടെ, അങ്ങനെ അനുഭവിച്ചോട്ടെ അല്ലേ? അങ്ങനല്ലേ നിങ്ങൾ പറയാ? പറയേണ്ടി വരൂലേ? എന്നാൽ നാളെ നിങ്ങളെ സംബന്ധിച്ചും നാളെ നിങ്ങളെ പറ്റിയും മുജാഹിദ് സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പിൻഗാമികൾ പറയും, ഒരു പുതിയ നിർവചനവുമായി നിങ്ങളുടെ മൗലവിമാര് വരുമ്പോ എന്റെ ഉപ്പ ഖബറിൽ അങ്ങനെ അനുഭവിക്കട്ടെ എന്ന് പറയും കേട്ടോ. ഈ ഗതികേട് വേണ്ടെങ്കിൽ, ഈ ഗതികേട് വരണ്ട എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ, ചാഞ്ചല്യമില്ലാത്ത തൗഹീദിന്റെ കറകളഞ്ഞ ആശയത്തിലേക്ക് കടന്നു വരൂ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലേക്ക് ചിന്തിക്കാനുള്ള അവസരമാണ്. ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ വളരെ ഗണ്യതമായി ഓർമ്മപ്പെടുത്തി. എന്തേ? കലിമത്തു തൗഹീദിനെ, കലിമത്തു ത്വയ്യിബേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ഉപമിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിച്ചു തന്നു. അത് കശജറത്തുൻ ത്വയ്യിബ, ഒരു നല്ല മരം പോലെയാണ്. ഒരു നല്ല മരത്തിന്റെ ഗുണമെന്താണ്? അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേര്, അതിന്റെ മുരട്, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങി മണ്ണിനോട് കൊണ്ടുപിടിച്ച് അത് നല്ല ഭദ്രമായി ആഴ്ന്ന് ഇറങ്ങി ഉറച്ചു നിൽക്കുന്ന മരമാണ്. അസ്ലുഹാ സാബിതുൻ വഫറൂഹാ ഫിസ്സമാ, അതിന്റെ ശാഖകൾ, അതിന്റെ ശിഖരങ്ങൾ അത് ഉപരിഭാഗത്ത് പടർന്ന് പന്തലിച്ച് പരിലസിച്ച് കിടക്കുകയാണ്. തൂതി ഉകുലഹാ കുല്ലഹീൻ ബിഇദ്നി റബ്ബിഹാ, അല്ലാഹുവിന്റെ വേണ്ടുക പ്രകാരം, അവന്റെ ഇതിനു പ്രകാരം, ഓർഡർ പ്രകാരം അത് എല്ലാ സമയത്തും എല്ലാ സീസണിലും അത് അതേ ഫലം നൽകിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും അത് ഫലദായകമാണ്. പരിശുദ്ധ ഖുർആനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈമാനിന്റെ ഫലം ആ രൂപത്തിലാണ്. കലിമത്തു ത്വയ്യിബയുടെ ഫലം അതാണ്. അതിന് ഒരിക്കലും ഇളക്കമില്ല, ആട്ടമില്ല, ചാഞ്ചല്യമില്ല. അത് മുരടുകൾ ഉറച്ചു നിൽക്കുന്നതാണ്. എന്നാൽ കലിമത്തുൽ ഖബീസയില്ലേ, അതേ തൗഹീദിന് വിരുദ്ധമായ വചനങ്ങളില്ലേ, ശിർക്കിന്റെ ആശയങ്ങളില്ലേ, ആ ആശയങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ എന്താണ് പറയുന്നത്? അത് കശജറത്തിൻ ഖബീസ, മോശപ്പെട്ട മരം പോലെയാണ് കേട്ടോ. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു വന്നു. അതിങ്ങനെ ഭൂമിയുടെ മുകളിൽ വേരുബന്ധി ഒരു പൊന്തമരമായി അത് ഒരു കാറ്റത്ത് ഇളകിയാടി മറിഞ്ഞു പോകുന്ന സ്ഥിരതയില്ലാത്ത വൃക്ഷം പോലെയാണ് കേട്ടോ. ഇതല്ലേ മുജാഹിദ് മൗലവിമാരെ ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം. എപ്പോഴാ ഇളകാത്തത്, എപ്പോഴാ ഉലയാത്തത്, എപ്പോഴാ മാറാത്തത്? മാറാത്ത ഒരാശയം നിങ്ങളിൽ എന്താണ് ഉള്ളത്? തൗഹീദിൽ എത്ര മാറ്റങ്ങളാണ് നിങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് ഇസ്ലാമാണോ മുജാഹിദ് സഹോദരന്മാരെ? ഇത് ദീനാണോ മുജാഹിദ് സുഹൃത്തുക്കളെ? വളരെ നെഞ്ഞത്ത് കൈവച്ച് ആലോചിക്കേണ്ട സന്ദർഭമാണ്. മൗലവിമാരെ സ്വീകരിച്ച് നിങ്ങൾ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നു കേട്ടോ. മൗലവിമാര് അവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയം ഇതാ, ഈ ആടി ഉലയുന്ന ആശയങ്ങൾ. എന്നിട്ട്
ഈ ജിന്നിനോട് സഹായം ചോദിച്ചതിനെ ന്യായീകരിച്ച് കിടന്ന അനസും അനീഫും എടവണ്ണയിൽ പോയി തൗബ ചെയ്തു പോലും. ഈ തൗബ ഞാനൊന്ന് ആദ്യം പൂർണ്ണമായി കേൾപ്പിച്ചു തരാം. അനസൊന്ന് തൗബ ചെയ്യട്ടെ. ആദ്യം മൂപ്പരൊന്ന് വിശദീകരിച്ച് തൗബ ചെയ്യാൻ, പിന്നെ ഞാൻ രണ്ടാമത് കേൾപ്പിക്കും. എന്ത്? സക്കരിയ സലാഹിന്റെ ക്ലിപ്പ് ഇട്ടിട്ട് അയാൾ സംസാരിക്കുന്ന കേൾപ്പിക്കും. ആദ്യം അയാളുടെ തൗബ തീർത്തും നിങ്ങളൊന്ന് കേൾക്ക്. പറയുന്നു, ഞങ്ങൾ ജബ്ബാർ മൗലവിയുടെ വാദം ഞങ്ങൾ സ്വീകരിച്ചിട്ട് ജിന്നിനോട് തേടൽ ശിർക്കല്ല എന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ, എഴുതിയിട്ടുണ്ടെങ്കിൽ, രഹസ്യമായോ പരസ്യമായോ വാദിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ, റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ തൗബ ചെയ്യുന്നു. അതൂബു ഇലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ, ഞങ്ങൾക്ക് നീ പൊറുത്തു തരണേ. ഞങ്ങൾ തൗബ ചെയ്യുന്നു, പരസ്യമായും രഹസ്യമായും. വാസ്ലഹു, രണ്ടാമതല്ല ഞങ്ങളോട് പറഞ്ഞു നന്നാക്കാൻ. ഞങ്ങൾ നന്നാക്കുന്നു. ഞങ്ങളുടെ നിലപാട് ആ നന്നാക്കിയ നിലപാടെന്താ? ഞങ്ങൾക്ക് ജമിയത്തുൽ ഉലമ പഠിപ്പിച്ചു തന്ന നിലപാട് അതെന്താ? ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഭൗതികമായാലും അഭൗതികമായാലും, ആ ഭൗതികമായ വിഷയമാണെങ്കിലും അഭൗതികമായ വിഷയമാണെങ്കിലും ജിന്നിനോട് തേടുന്നത് ശിർക്കാണ് എന്ന ആ നിലപാട് ഞങ്ങൾ വ്യക്തമായി നന്നാക്കി വാസ്ലഹു പ്രഖ്യാപിക്കുകയാണ്. മൂന്നാമതായി ചെയ്യേണ്ടത് എന്താ? വബയ്യനു. നിങ്ങൾ മറ്റുള്ളവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ, വ്യക്തമായി പറയൂ, നിങ്ങളുടെ ആദർശം വ്യക്തമായി പറയൂ. ഞങ്ങൾ പറയുന്നു, ആരുടെ മുന്നിലും ഞങ്ങൾ ഈ ആദർശം പറയാൻ ഒരുക്കമാണ്, ആരുടെ മുന്നിലും ഇത് പറയാൻ വ്യക്തമാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. വബയ്യനു, വ്യക്തമാക്കുക. ഫഉലൈക അതൂബു അലൈഹിം, അക്കൂട്ടർക്ക് തൗബയുണ്ടെന്ന് അല്ലാഹ് പറയുകയാണ്. അക്കൂട്ടർക്ക് തൗബയുണ്ട്. വഅന തവ്വാബുർ റഹീം, അല്ലാഹ് പറയാണ്, ഞാൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഈ ആയത്തിനെ പറ്റി സക്കരിയ സലാഹിന്റെ ഒരു വിശദീകരണം ഉണ്ട്. ഇയാൾ ഓതിയല്ലോ ഒരു ആയത്ത്. ഇയാൾ ഓതിയ ആയത്ത് നിങ്ങൾ കേട്ടല്ലോ. ആയത്തിന്റെ പല ഭാഗങ്ങൾ അയാൾ ആദ്യം ആയത്ത് പൂർണ്ണമായി ഓതിയിട്ടുണ്ട് എന്നിട്ട് അയാൾ പറഞ്ഞല്ലോ. ആ ആയത്തിനെ ഒന്ന് സക്കരിയ സലാഹി ആദ്യം ഒന്ന് പറയട്ടെ. അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചു വെച്ചവരെ പറ്റിയാ. അപ്പൊ നിങ്ങൾ സമ്മതിച്ചോ? ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. അത് പറഞ്ഞിട്ടാണ് ഇല്ലല്ലദീന താബു. എന്താ ആയത്തിന്റെ അർത്ഥം? നാം വേദഗ്രന്ഥത്തിൽ ഇറക്കിയ വ്യക്തമായ തെളിവുകളെയും സന്മാർഗത്തെയും പൂഴ്ത്തി വെക്കുന്നവർ, മറച്ചു വെക്കുന്നവർ, അവരെ അള്ളാഹു ശപിക്കും. ശപിക്കാൻ അർഹതയുള്ളവരൊക്കെ ശപിക്കും. അപ്പൊ ഞങ്ങൾ ഇത്ര കാലം ചെയ്തിരുന്ന അതാണ്. അള്ളാഹു വ്യക്തമായി വേദഗ്രന്ഥത്തിൽ ഇറക്കിയ കാര്യങ്ങളെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മറച്ചു വെച്ചു, പൂഴ്ത്തി വെച്ചു. ഇനിയിപ്പോ ഞങ്ങൾ തൗബ ചെയ്തിരിക്കുന്നു, ആ പൂഴ്ത്തി വെച്ചതൊക്കെ പുറത്തെടുക്കാൻ പോവാണ്. കണ്ടോ? ഇല്ലല്ലദീന താബു വബയ്യനു എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് അവര് വ്യക്താക്കല്ല, എല്ലാവർക്കും വ്യക്താക്കി കൊടുക്കും. ജമിയത്തുൽ ഉലമ ഈ രണ്ടാളെ മാത്രം കുസു അബ്ദുറഹ്മാൻ സലഫി കൊണ്ടുപോയി പഠിപ്പിച്ചാൽ മതിയോ? ഞങ്ങൾ എല്ലാ ദായിമാരെയും വിളിച്ചു കൂട്ടട്ടെ, എന്നിട്ട് അവർക്കൊക്കെ പറഞ്ഞ് ഇത്രകാലം നമ്മൾ പറഞ്ഞ ശിർക്കല്ല എന്ന വാദം തിരുത്തിയിരിക്കുന്നു. അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ നടന്ന KNM ഇലക്ഷനോടനുബന്ധിച്ചുള്ള പ്രത്യേക ഗവേഷണ ടീം അത് കണ്ടെത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഇലക്ഷനോടനുബന്ധിച്ച് നമ്മളൊരു നയം മാറ്റം, ഒരു ആദർശ മാറ്റം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വ്യക്താക്കി കൊടുക്കണ്ടേ? ജമിയത്തുൽ ഉലമയിൽ ഇത്ര കാലം KM മൗലവി മുതൽക്ക് ഇങ്ങോട്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം മുജാഹിദുകൾ പറഞ്ഞ തൗഹീദിൽ ശിർക്ക് കലർന്നിരിക്കുന്നു എന്ന് അബ്ദുറഹ്മാൻ സലഫി ഈ മൂവർ സംഘം പറഞ്ഞ നമ്മൾ അവരെ തഖ്ലീദ് ചെയ്യണമെന്നാ ഇപ്പൊ പറയണത്. സക്കരിയ സലാഹിന്റെ വാദപ്രകാരം KM മൗലവി മുതൽ ഇതുവരെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞ തൗഹീദ് സക്കരിയാക്കാന്നാണ് സക്കരിയ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, ഒരു 6 മാസം മുമ്പ് വരെ ഒന്നിച്ചു നിന്നവർ, നമുക്കെതിരെ ഒന്നിച്ച് പോരാടിയവർ അല്ലേ, ഒന്നിച്ച് വാദപ്രതിവാദങ്ങളിൽ വന്നവർ, ഇന്ന് പരസ്പരം ക്ലിപ്പിട്ട് പ്രസംഗിച്ച് വിമർശിച്ച് ഈ തരംതാണ രീതികളിലേക്ക് പോയിരിക്കുകയാണ്. ആരാണ് ഈ മൗലവിമാരുടെ കൂടെ പോവുക? ഇന്നത്തെ കാലത്തൊക്കെ ഒരു മനുഷ്യൻ മുജാഹിദാകുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു വഷളത്തരം ദുനിയാവിൽ വേറെ എന്താ ഉള്ളത്? മനസ്സിലാക്കേണ്ട ഒരു കാര്യല്ലേ? കാരണം നിങ്ങൾ ഏത് മുജാഹിദാ? ഇപ്പൊ നാട്ടിൻപുറത്തൊക്കെ ഇറങ്ങിയിട്ട് നിങ്ങൾ ഏത് മുജാഹിദാന്ന് വെച്ചാൽ ഞാൻ പഴയ മുജാഹിദാ. ഏത് പഴയ മുജാഹിദ്? അല്ല നമ്മളെ പഴയ, എന്നാലും ഏതെങ്കിലും അല്ല നമ്മളെ ഇതാണ് ഒയന്ന മുജാഹിദ്. ഇതിന്റെ പേരാണ് ഒയന്ന മുജാഹിദ്. കാരണം നിലപാട് പറയാൻ കഴിയില്ല, ആരെ കൂടെയാന്ന് പറയാൻ കഴിയുന്നില്ല. ഞാൻ മുജാഹിദാ. ഏത് മുജാഹിദ്? കുട്ടികൾ വരെ ചോദിക്കുക. മൗലവിമാരോട് ഇപ്പൊ കുട്ടികൾ വരെ ചോദിക്കുന്നുണ്ട് എന്നാ മൗലവിമാരെന്നെ പറയുന്നത്. അതിന്റെ ഒക്കെ ഒരു വിശാലമായ ഒരു ലോകാണ്. ഞാൻ അങ്ങോട്ട് കിടക്കല്ല.
ഒരു പഠനം എന്ന രൂപത്തിൽ നിങ്ങൾ വളരെ നന്നായി ഈ വിഷയം ശ്രദ്ധിക്കുകയും വേണം. ഇനി അതേ അനസ് അയാൾ ഓതിയ ആയത്തിനെയാണ് സക്കരിയ സലാഹി പൊളിച്ചത്. എന്നാൽ ആ അനസ് അവിടുന്ന് തൗബ ചെയ്യുന്നുണ്ട്. ഇനി സക്കരിയ സലാഹി ക്ലിപ്പിട്ട് സംസാരിക്കട്ടെ. അനസിന്റെ തൗബ, ഈ തൗബയുടെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് സക്കരിയ പറയുന്നത് തൗബയിലും തട്ടിപ്പാണ്. സക്കരിയ പറയട്ടെ. എടവണ്ണയിൽ വെച്ചിട്ട് വമ്പിച്ച മുഖാമുഖം നടത്തി രാവിലെ 10 മണി മുതൽ രാത്രി 1 മണി വരെ മുജാഹിദുകളെ മുശ്രിക്കാക്കാൻ വേണ്ടി മുവഹിദീങ്ങളായ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദാഴിമാരിൽ ശിർക്ക് ആരോപിക്കാൻ വേണ്ടി ഇവർ നടത്തിയ മാരത്തോൺ മുഖാമുഖം, ആ മുഖാമുഖ നാടകം, അതവിടെ അനസ് നടത്തിയ കരച്ചിൽ കണ്ടോളി. തൗബ ചെയ്യാണ് മൂപ്പര് ഇതുവരെ പറഞ്ഞതിനൊക്കെ. ഞങ്ങൾ പ്രതികളായിക്കോളാം, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ ഞങ്ങൾ കാരണം എന്റെ ഒരു വാക്കുകൊണ്ട്, ഹനീഫ് കായിക്കൂടെ ഒരു വാക്കുകൊണ്ട്, അബ്ദുറഹ്മാൻ സലഫിയുടെ ഒരു വാക്കുകൊണ്ട് ഒരു മനുഷ്യൻ വഴികേടിലാകരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാലോകത്ത് ജീവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം പറയാം, തുറന്നു പറയാം, മനസ്സറിഞ്ഞുകൊണ്ട് പറയാം, ആ വിശ്വാസം ഞങ്ങളുടെ മനസ്സിലില്ല, ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആ വിശ്വാസം ഞങ്ങൾ പോറിയിട്ടില്ല. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും അള്ളാഹു ഞങ്ങളുടെ ഹൃദയം അറിയുന്നവനാണ്. അപ്പൊ എന്താ പറഞ്ഞത്? തൗബയിലും ചതി. തൗബ ചെയ്യാണ് ഇപ്പൊ മൂപ്പര്. ജബ്ബാർ മൗലവി പറഞ്ഞത് ശിർക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോഴും ഞങ്ങളെ മനസ്സിൽ എന്താ ഉള്ളത്? ശിർക്കാണ്. പിന്നെ എന്തിനാ തൗബ ചെയ്ത്? ആ വിശ്വാസം മനസ്സിലില്ലാതെ. അപ്പൊ ഞങ്ങൾ കാപട്യമാണ് കാണിച്ചിരുന്നത്, നിഫാഖ് ഉണ്ടായിരുന്നു, ആ നിഫാഖിൽ നിന്ന് തൗബ ചെയ്തു എന്നാണോ? ആരെയാ നിങ്ങൾ വിഡ്ഢികളാക്കുന്നത്? അനസ് പോയി കരഞ്ഞതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശം മാറുമോ? നമ്മളെല്ലാരും പോയി ഇപ്പൊ കരയണമെന്നാ പറയണത്. പറ്റുമോ? എനിക്കാണെങ്കിൽ അങ്ങനെ അഭിനയിച്ചോണ്ട് കരയാനും അറിഞ്ഞൂടാ. ഞാനുള്ള പ്രശ്നപ്പത് സക്കരിയ സലാഹി കരയണില്ല, അബ്ദുറഹ്മാൻ സലഫി കരയണ്, ഹനീഫ കരയണ്, അനസ് കരയണ്. എന്തിനാ കരയുന്നത്? ആ കരച്ചിലിൽ തന്നെ തട്ടിപ്പ് കണ്ടോ നിങ്ങള്? ഞങ്ങൾ ആ വിശ്വാസം മനസ്സിൽ പേറിയിട്ടില്ല, ഒരു കാലത്തും പേറിയിട്ടില്ല. അപ്പൊ ന്യായീകരിക്കുമ്പോഴും മനസ്സിൽ എന്താ ഉള്ളത്? എങ്ങനെ അത് സാധിക്കാം? മനസ്സിൽ ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. ജിന്നുണ്ടെങ്കിൽ ജിന്ന് കേട്ടോട്ടെ, മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്ന് പറയും ചെയ്യും. എന്തൊരു കാപട്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ തൗബ ചെയ്തതിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാ ഒരു കൂട്ടർ തൗബ ചെയ്തതിനെ പറ്റി മാത്രം പറഞ്ഞാൽ മതിയോ? നമ്മളെ സക്കരിയയും തൗബ ചെയ്തില്ലേ പണ്ട്? സക്കരിയ സലാഹിയും തൗബ ചെയ്തില്ലേ പണ്ട്? ഇയാൾ പറഞ്ഞ എന്താണ്? സിഹർ ഫലിക്കൂല എന്നൊക്കെ വിശ്വസിച്ചാൽ അത് ഖലാഖദറിലുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിക്കലാണ്. അത് സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഖദറിലുള്ള വിശ്വാസത്തിൽ പിഴവ് വരലാണ്. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള സഹായത്തിൽ വിശ്വസിക്കലാണ്, ഉപദ്രവത്തിൽ വിശ്വസിക്കലാണ് എന്നൊക്കെ ഞാൻ പണ്ട് പറഞ്ഞു നടന്നിരുന്നു. പക്ഷേ അതിപ്പോൾ അബദ്ധമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ് പുറത്തേറ്റെ. സക്കരിയ സലാഹിയും പറയുന്നുണ്ട്, കേട്ടോളൂ സക്കരിയന്റെ തൗബ. ഈ സലാസുല്ലം ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ? മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സിഹർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കുകയാണ്, ഇയാളെ കെണിയിൽ ഇസ്ലാഹി പ്രസ്ഥാനം രക്ഷപ്പെട്ടല്ലോ. മുജാഹിദുകൾ ആലോചിക്കാം, മൗലൈമാര് നാളെ പോയി കുമ്പസരിക്കും. നിങ്ങൾ എന്ത് ചെയ്യും സഹോദരങ്ങളെ? കുമ്പസരിക്കാൻ ഇവരെ കൂടെ പോവോ? അല്ല മാറി നിൽക്കോ? ആലോചിക്കണമല്ലോ. എന്റെ വാക്കുകൾ ഇത് പരിഹാസത്തിന് വേണ്ടിയല്ല, ഇത് നിങ്ങൾ ആക്ഷേപിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടിയാണ്. മുജാഹിദ് സഹോദരന്മാർ, നിങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ഒരു അപകടക്കുഴിയുടെ ആഴം നിങ്ങൾക്ക് തന്നെയും അളന്ന് നിർണയിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അതിന്റെ കാരണം എന്താണ്? നിങ്ങൾ തർക്കിച്ചത് അല്ലാഹുവിലാണ്, നിങ്ങൾ തർക്കം കൊണ്ടുവന്നത് പടച്ച റബ്ബിലാണ്, റബ്ബിന്റെ തൗഹീദിന്റെ വിഷയത്തിലാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞത്. വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹി മിൻ ബഅദി മസ്തുജീബ ലഹു ഹുജ്ജത്തുഹും ദാഹിള. വല്ലദീന യുഹാജ്ജൂന ഫില്ലാഹ്, അല്ലാഹുവിൽ തർക്കിക്കുന്നവരായ ആളുകൾ
മിൻ ബഅദി മസ്തുജീബ ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ക്ഷണത്തിന് സ്വീകാര്യത ലഭിച്ച ശേഷം പടച്ച റബ്ബിൽ തർക്കിക്കുന്നവരായ ആളുകൾ ഹുജ്ജത്തുഹും ദാഹില, അവരുടെ പ്രമാണങ്ങൾ അത് ദുർബലമാണ്, അത് നിഷ്ഫലമാണ് കേട്ടോ. ഇൻദ റബ്ബിഹിം, അല്ലാഹുവിങ്കൽ വഅലൈഹിം ഗളബുൻ, അവർക്ക് റബ്ബിന്റെ കോപമുണ്ട്, വലഹും അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷ അവർക്ക് വരാനുണ്ട് കേട്ടോ. പടച്ചറബിൽ തർക്കിക്കുന്നവരായ നിങ്ങൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്, നിങ്ങളെ പ്രമാണങ്ങൾ അത് നിഷ്ഫലമാണ്, അത് സമർത്ഥിക്കാൻ കഴിയാത്തതാണ്, അത് പരിശുദ്ധ ഖുർആനിൽ മാറ്റങ്ങളും ഭേദഗതികളും തിരുത്തലുകളും വരുത്തപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്, അതുകൊണ്ട് തിരുത്തലല്ലാതെ നിർവാഹമില്ല. ഞാൻ നേരത്തെ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചില്ലേ, രാത്രിയിൽ വെളിച്ചമില്ലാതെ പോകുന്ന ആള് ശബ്ദം കേട്ടാൽ ജിന്നാന്ന് കരുതിയിട്ട് ആ ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഈ വാദം കുറെ കാലം ന്യായീകരിച്ചു നടന്ന ആളുകൾ ജബ്ബാർ മൗലവിയുടെ അരികിൽ പിന്നെ അതൊന്ന് തിരുത്തിക്കാൻ ചെന്നുപോലും. എന്തൊക്കെ നാടകങ്ങളാണ് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ വല്ല കഥയറിയോ? നമ്മളെ ഇൽബസാറിലും മൂടാടിയിലും പരിസരത്തുള്ള മുജാഹിദീങ്ങൾ ഈ അന്തർനാടകങ്ങൾ വല്ലതും അറിയോ? ചോദിക്കുകയാണ് ഞാന്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്നത്? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളറകളുടെ സ്ഥിതി എന്താണ്? ജബ്ബാർ മൗലവിയെ കൊണ്ട് ഈ ആശയം തിരുത്തിക്കാൻ മൗലവിമാര് പോയി, ഷാർജന്ന് വരുന്ന മൗലവി വരെ പോയി. ഷാർജന്നൊരു മൗലവി ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു നാദാപുരത്ത്. 10 തികഞ്ഞ് മൂപ്പര് പ്രസവിക്കാറുണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ. ഇപ്പൊ 10 കഴിഞ്ഞിട്ടും മൂപ്പര പ്രസവം കാണുന്നില്ല. ഇയാൾ ഉൾപ്പെടെയുള്ള സംഘം പോയി ജബ്ബാർ മൗലവിയുടെ അരികിൽ. അതൊന്ന് പറഞ്ഞോട്ടെ നമ്മളെ അനസ്. മൗലവിയുടെയൊക്കെ പോയത് ജബ്ബാർ മൗലവി ശരിയാണെങ്കിൽ, കാര്യം ആ മനുഷ്യൻ ഒരാളെ നമ്മൾ പുറത്താക്കാനോ അകത്താക്കാനോ നിശ്ചയിച്ചില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ? അല്ലെങ്കിൽ ആദ്യം തന്നെ എടുത്തിട്ട് ഇത് നടപടിയെടുത്ത് പുറത്താക്കുക അല്ല. ആ മനുഷ്യൻ എന്താ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ. കാര്യം അദ്ദേഹത്തിൽ മാത്രമേ അന്ന് അത് ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒരു മനുഷ്യനും അത് വാദിച്ചിട്ടോ പിൻപറ്റിയിട്ടോ വന്നിട്ടില്ല. അയാളിൽ മാത്രമുള്ള ഒരു വിശ്വാസമായിരുന്നു അത്. അയാളോട് രഹസ്യമായി പറഞ്ഞു. ഇനി അത് മാത്രമല്ല, അബ്ദുൽ ഖാദർ കരുവമ്പോയിൽ അദ്ദേഹം എഴുതി, അത് എഴുതിയ അന്ന് മുതൽ ഞാൻ പറയുന്നു തെറ്റാണ്, തിരുത്തണമെന്ന്. ഞങ്ങൾക്ക് തെറ്റുപറ്റി, ആയിക്കോട്ടെ, ഞങ്ങൾ അറിവ് കുറഞ്ഞ സാധുക്കളാ. ഹുസൈൻ സലഫി പറഞ്ഞു തിരുത്തണം, ഖാദർ കരുവമ്പോയിൽ പറഞ്ഞു തിരുത്തണം, നാണി ഹാജി എന്ന് പോയിട്ടുണ്ട് തിരുത്തണമെന്ന് പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ ഖാദർ ഹാജി പോയിട്ടുണ്ട്. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സംസാരിച്ചു. ഇല്ല എന്ന് ജബ്ബാർ മൗലവി പറയട്ടെ, വൈകുന്നേരം വരെ സംസാരിച്ചിട്ടും വാശിയിൽ ഒതുങ്ങുന്നത് ഇല്ല, അത് ഞാൻ തിരുത്തുന്ന പ്രശ്നമില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോൾ ഹുസൈൻ സലഫിയെ പോലെ കേരളത്തിന് പുറത്തും വളരെ ശക്തമായി തൗഹീദി പ്രഭാഷണം നടത്തുന്ന ആളുകൾക്കറിയുന്ന ഒരു പണ്ഡിതൻ ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ പോയി, അദ്ദേഹത്തെക്കാളും പ്രായം അറിവുള്ള ആളായിരിക്കാം, അവിടെ ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ഉച്ചയ്ക്ക് ജബ്ബാർ മൗലവിയുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ച് വൈകുന്നേരം ആയപ്പോഴും കാല് പിടിച്ച് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ ഒരു നല്ല ഉദ്ദേശത്തോടെ നിങ്ങളൊരു തിരുത്തു കൊടുക്ക്. വൈകുന്നേരം ആയപ്പോൾ അദ്ദേഹം തിരുത്താൻ പുറത്തിറങ്ങി, കുപ്പായമിട്ടു, കുപ്പായിട്ട് പുറത്തേക്കിറങ്ങി. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ പിന്നെ പെട്ടെന്നൊരാൾ വന്നിട്ട് കുമ്പസരിക്കാൻ കൊണ്ടുപോവുകയാണെന്ന് ചോദിച്ചിട്ട് ചാടി അങ്ങോട്ട്. കുമ്പസരിക്കാൻ രാവിലെ തുടങ്ങിയതാണ്, ഇവിടെ കുമ്പസരിക്കാൻ കൊണ്ടുപോകാന്നൊക്കെ ചോദിച്ചിട്ട് ആളിങ്ങനെ ചാടുക. ഇത് കേട്ടപാടെ ഈ മനുഷ്യനകത്തേക്ക് കയറി, തിരിച്ചു കയറി. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. എല്ലാവരും അവിടെ നിന്ന മുഴുവൻ ആളുകളും ആകെ പ്രയാസത്തിലായി. കേട്ടല്ലോ, ജബ്ബാർ മൗലവിയെ കൊണ്ട് തിരുത്തിക്കാൻ പോയതാ. എന്ത് തിരുത്തിക്കാൻ? മലക്കിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുന്നത്, മലക്കിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് ഇയാൾ എഴുതിയത് തിരുത്തിക്കാൻ പോയതാ. എന്നാൽ സക്കരിയ സലായി പറയുന്നത് എന്താ അറിയോ? ഇതെങ്ങനെയാണോ തിരുത്തിക്കുക? ഇത് തിരുത്തിയാൽ ശിർക്ക്, നമ്മുടെ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ശിർക്ക് ചെയ്തു എന്ന് പറയണ്ടേ? തൗഹീദ് 2012കാര് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ശിർക്കിലാണെന്ന് പറയുന്ന ആളുകളാണ്. ആര് പറയുന്നു? സക്കരിയ സലാഹി. കാരണം സഫയുടെയും മറുപടിയുടെയും ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു അൻഹ അതാ ശബ്ദം കേൾക്കുന്നു. വെള്ളം എവിടൊന്നും കിട്ടുന്നില്ല, ആളെ കാണുന്നില്ല, പക്ഷെ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് ചോദിക്കുന്നു,
നിന്റെ അരികിൽ വല്ല ഖൈറുമുണ്ടെങ്കിൽ എന്നെ സഹായിക്കണം. ഇത് സ്വഹീഹുൽ ബുഖാരിയിലുള്ള വിഷയമാണ്. അപ്പോൾ നിങ്ങളുടെ വാദപ്രകാരം ഹാജറ ബീവി റളിയല്ലാഹു അൻഹ ശിർക്കിലാണോ? ആരായത് ചോദിക്കുന്നത്? സക്കരിയ സലാഹി. അറിയോ, പണ്ട് നമ്മൾ ഇവരോട് ചോദിച്ചിരുന്ന അതേ ചോദ്യം, ഈ ചോദ്യം ഇന്ന് സക്കരിയ സലാഹി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ മൗലവിമാരോട്. കാലഘട്ടം ഇവർക്ക് നൽകുന്ന തിരിച്ചടികൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പറയട്ടെ സക്കരിയ സലാഹി. ഞാൻ ഒപ്പിടാത്ത വിഷയം മനസ്സിലാക്കിക്കോളി. ഇത് ശിർക്കാണെന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം, ഇത് ദുആ ഉണ്ട് എന്നിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. എനിക്ക് ഒപ്പിടാൻ പറ്റുമോ? ഇപ്പൊ ഇവരൊക്കെ തൗബ ചെയ്യട്ടെ. ഇപ്പൊ അബ്ദുറഹ്മാൻ സൽഫി തൗബ ചെയ്തോ? അനസ് ഇപ്പൊ പോയി കരഞ്ഞ് കള്ളക്കരച്ചിലൊക്കെ കരഞ്ഞ്, അബ്ദുറഹ്മാൻ സൽഫി തൗബ ചെയ്തോ? ഇയാൾ തൗബ ചെയ്യട്ടെ. ഇയാൾ മർക്കസ് ദേവന്റെ മുമ്പിൽ പോയി, ഹുസൈൻ മടവന്റെ മുമ്പിൽ പോയി ഏത്തമിടട്ടെ. ഒരു കൂടാരം കെട്ടിക്കോളി മർക്കസ് ദേവന്റെ മുമ്പിൽ. 5 കൊല്ലം ഞങ്ങൾ പറഞ്ഞത് തെറ്റാണ്, 10 കൊല്ലം പറഞ്ഞത് ശിർക്കായിരുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് തൗബ ചെയ്തോട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ രൂപത്തിലുള്ളതാണ് ഇതാണ്. ഇതന്നെയല്ലേ അൽ ഇസ്ലാഹിൽ പറഞ്ഞ ആജറാബി സംഭവത്തിന്റെ അതേ രൂപത്തിൽ. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്നാവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാരണ ബന്ധത്തിന് അപ്പുറത്തുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളുടെ സഹായ കഴിവിൽ പെടാത്തത് തേടുകയോ അല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. ഹാജറാബിയുടെ സംഭവത്തിന്റെ അതേ തന്നെ. ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്നു, ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. അതല്ല ഹാജറാബിക്ക് ഉണ്ടായത്. അശരീരി, ആളെ കാണുന്നില്ല. ഫലം തറാഹദന, ഒരാളെയും കണ്ടിട്ടില്ല. ആ ശബ്ദത്തോടായിട്ടാ പറഞ്ഞത്. അത് മലക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിയ എങ്ങനെ? നബി പറഞ്ഞുകൊണ്ടല്ലേ. ഹാജറാബി ഇത് മലക്കാന്ന് മനസ്സിലാക്കിയെന്നോ? അനസ് മൗലവി സ്ഥലത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു, ഞാൻ ജിബിരിലാന്ന് പറഞ്ഞു. അത് മൂപ്പര വാകേ, ഹദീസിലില്ല. ഹദീസിൽ ശബ്ദം കേട്ടു, ശബ്ദത്തിനോടായി പറഞ്ഞു എന്നാ സലഫി പറഞ്ഞത് അല്ലേ? ആ ശബ്ദത്തിനോടായിട്ടാ പറഞ്ഞത്. അങ്ങനെ ശബ്ദം കേട്ടാ ശബ്ദത്തിനോടായി പറഞ്ഞാൽ ശിർക്കാന്നപ്പം ഇവർ പറയണത്. അപ്പൊ നമ്മൾ രാത്രി ഇങ്ങനെ പോകുമ്പോൾ ഡും 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 ശബ്ദം കേൾക്കണേ, അപ്പൊ ജിന്നാന്ന് മനസ്സിലാക്കണം, എന്നിട്ട് ചോദിക്കണം എന്നാ അവര് പറയണത്. നമ്മളങ്ങനെ പറയണ്ടോ? ഇല്ല. ഹാജറാ ബീവി ശിർക്ക് ചെയ്തിട്ടില്ല എന്നാ നമ്മളെ വാദം. ഇവരെ വാദം അനുസരിച്ച് ഇപ്പൊ എന്തായി? ഹാജറാ ബീവി ശിർക്ക് ചെയ്തു പറയാൻ കൊള്ളുമോ? നിങ്ങളെ തൗഹീദ് ജനങ്ങളുടെ മുമ്പിൽ പറയാൻ കഴിയോ? തൗഹീദിന്റെ നേതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പത്നി ഇസ്മായിൽ നബിയുടെ ഉമ്മ ശിർക്ക് ചെയ്തു എന്ന അത്യന്തം ഗുരുതരമായ വാദത്തിലേക്കാണ് തൗഹീദ് 2012 എത്തിപ്പെട്ടിട്ടുള്ളത്. ഇതാരാ ഇത്? ഇന്നലെയും മിനിഞ്ഞാന്ന് ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ചവരാത്. നമ്മൾക്കെതിരെ ശിർക്ക് പറഞ്ഞവരാ ഇവര്, വാദപ്രതിവാദം നടത്തിയവരാവര്. ആ സക്കരിയ പറയുന്നു, എന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്നവർ ഒരു പുതിയ തൗഹീദ് ഉണ്ടാക്കി, പേര് തൗഹീദ് 2012. ആ ആശയപ്രകാരം ഹാജറ ബീബി റളിയല്ലാഹു അൻഹ ശിർക്ക് ചെയ്തു എന്നാണ്. എന്നാൽ ഇതേപ്പറ്റി അബ്ദുറഹ്മാൻ സലഫി ഇയാള് ദേഷ്യം പിടിച്ച് കാട് കയറി മൂപ്പരിങ്ങനെ ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. ആരടാ ഈ ഹദീസ് പറഞ്ഞത്? എവിടെ നടാ ഈ ഹദീസ് കിട്ടിയത്? ഈ മഹുലൈമാരെങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ ഇത്തരൊരു ഘട്ടത്തിലെത്തണം. ഭൂമി ചെന്നുപെട്ട ഒരു ജിന്നിനോട് ചോദിക്കാനുള്ള ഒരു കള്ള ഹദീസും പിടിച്ച് കള്ളത്തരം പറഞ്ഞ് മുവഹിദുകളെ ശിർക്കിലേക്ക് കൊണ്ടുപോവുകയാണോ? ഇതാണോ ഹദീസ് പണ്ഡിതന്മാരുടെ പണി? ഏത് ഹദീസാണോ നീ ഓതിയത്? ആരാണോ നിനക്ക് ഹദീസ് പഠിപ്പിച്ചു തന്നത്? മരുഭൂമിയിൽ പോയ ജിന്നിനോട് ചോദിക്കണമെന്ന് എവനാണോ നിന്നെ പഠിപ്പിച്ചത്? ആരാ നിനക്ക് ഹദീസ് പഠിപ്പിച്ചത്? ആ മുഹദ്ദിസിനെ കൊണ്ടുവാ ഇങ്ങോട്ട്, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുവാ ഇങ്ങോട്ട്, ഹദീസ് പഠിപ്പിച്ചു തരാ. സക്കരിയ സലാഹി കൊണ്ടുവരാൻ പോവുകയാണ്. സക്കരിയ സലാഹി കൊണ്ടുവരാൻ പോവുകയാണ്. മൂപ്പർ ചൂടായിട്ട് കാര്യമുണ്ടോ? ചൂടായിട്ട് കാര്യമുണ്ടോ? നിങ്ങളറിയോ, ഇടമുട്ടം സംവാദങ്ങൾ മറന്നുപോയോ? വസങ്കടി സംവാദങ്ങൾ മറന്നുപോയോ? മണ്ണാർക്കാട് സംവാദങ്ങൾ മറന്നുപോയോ? ഈ സംവാദങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ മറന്നുപോയോ? മറക്കാനായില്ല. ഈ ചോദ്യം അന്ന് സംവാദ നായകനായി വന്നതാരോ ആ ആളെയാണ് മാറ്റിയിരിക്കുന്നത്. സലഫി ചോദിക്കണ്ടല്ലോ, ആരടാ കിതാബ് പറഞ്ഞത്, എവനടാ എഴുതിയെന്നൊക്കെ ചോദിക്കണ്ടല്ലോ. സക്കരിയ വായിക്കട്ടെ എന്നാൽ ആ കിതാബുകളൊക്കെ ഒന്ന്. അശ്ശാഫിഈ, അതാണ് ഇബ്നു സുന്നി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന് അമലുൽ യൗമി വൽ ലൈല എന്ന ഗ്രന്ഥത്തിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ മൃഗം ചാടിപ്പോയാൽ,
നിങ്ങളെ വാഹന മൃഗം നിങ്ങൾക്ക് മരുഭൂമി നിങ്ങളെ കൈവിട്ട് ചാടിപ്പോയാൽ യാ ഇബാദല്ലാഹി ഇഹ്ബിസു, അള്ളാഹുവിന്റെ അടിമകളെ അതിനെ തടഞ്ഞു വെക്കൂ എന്ന് വിളിച്ചു പറയാൻ പറയുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടും ദുർബലമാണ്. പക്ഷേ ഇബ്നു സുന്നി അദ്ദേഹത്തിന്റെ അമലുൽ യൗമി വല്ലയിൽ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി 458 5-ാം നൂറ്റാണ്ടിൽ മരിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ ആദാബി എന്ന ഗ്രന്ഥത്തിൽ ഈ ഹദീസ് എടുത്തു കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയാണ്, മുസ്തഅമലുൻ ഇൻദ സാലിഹീന മിൻ അഹ്ലിൽ ഇൽമി, സാലിഹീങ്ങളായ പണ്ഡിതന്മാരുടെ അടുക്കൽ ഇത് ഉപയോഗിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിലൊരു ശിർക്കില്ല. നബി പറഞ്ഞതായിട്ട് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ വിളിയിൽ എന്തില്ല, ഒരു പ്രാർത്ഥന ഇല്ല. അതുകൊണ്ട് സാലിഹീങ്ങളായ ആളുകൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ചെയ്തു പോയിട്ടുണ്ട്. അപ്പൊ സഹീഹാണെന്ന വിചാരത്തിലോ അല്ലെങ്കിൽ അത്ര വലിയ ദഈഫില്ല, അത് അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലപാട് കൊണ്ടോ ആയിരിക്കാം അവരങ്ങനെ ചെയ്തത്. ഇതുപോലെ തന്നെ ഇബ്നു മുഫ്ലിഹുൽ മുഖദ്ദസി അദ്ദേഹത്തിന്റെ ആദാബ് ശറയ്യ എന്ന ഗ്രന്ഥത്തിൽ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ കലിമുത് തയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ അദ്ദേഹത്തിന്റെ അൽ വാബിലുസ് സയ്യിബ് എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ തന്നെ ഇബ്നു മാലിക്കി പണ്ഡിതനായ ഇബ്നുൽ ഹാജിന്റെ അൽ മദ്ഖലിൽ, അതുപോലെ തന്നെ അല്ലാമ അഹ്മദ് ബിൻ ഖുനൈം അൽ അസ്ഹരി അൽ മാലിക്കി അദ്ദേഹത്തിന്റെ അൽ ഫവാക്കിഹുദ് ദവാനി അലാ റിസാലത്ത് ഇബ്നു അബി സയ്യിദ് അൽ ഖൈർവാനി എന്ന ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം നവവി അദ്ദേഹത്തിന്റെ അൽ അദ്കാറിലും അതുപോലെ തന്നെ അൽ ഇലാഹിലും, അതുപോലെ സുബുലുസ് സലാമിന്റെ കർത്താവായ സ്വൻആനി അദ്ദേഹത്തിന്റെ മൻസക് ഫി ഹദിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തുൽ വദാ എന്ന ഗ്രന്ഥത്തിലും, ഇമാം ഷൗക്കാനി അദ്ദേഹത്തിന്റെ തുഹ്ഫത്തുൽ ദാഖിരീൻ എന്ന ഗ്രന്ഥത്തിലും, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ഹദീസ് എടുത്തു കൊടുത്തിട്ടുണ്ട്. രണ്ട് നിലക്കാണ്. ഒന്നത് സഹീഹാണ് എന്ന നിലക്ക്, ഇനി ലഈഫ് ആണെങ്കിലും അദ്കാറിൽ കുഴപ്പമില്ല എന്ന നിലക്ക്. ഞാൻ പറയുന്നത് അവരാരും അതിൽ ശിർക്ക് കണ്ടിട്ടില്ല, അവരാരും അതിൽ അല്ലാഹു അല്ലാത്തവരോടുള്ള ഒരു പ്രാർത്ഥന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഈ മൂവർ സംഘത്തിന്റെ വാദപ്രകാരം ഇവരൊക്കെ ശിർക്ക് പ്രചരിപ്പിച്ചവരായി. അതാണ് ഇതിന്റെ അപകടം, വലിയ അപകടമാണ്. അത് പറഞ്ഞ് സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ ഭരണോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും പറയാം, പലതും മാറ്റി പറയാം. പക്ഷേ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിൽ എനിക്കൊരിക്കലും തന്നെ സാധ്യമല്ല എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ വയല് കേട്ട് പഠിച്ച ഇപ്പൊ പറയാണ് വയല്, നമ്മള് എണ്ണി പറഞ്ഞു കൊടുത്ത കിതാബുകളാ, സക്കരിയ എണ്ണാണ്. ഇനി അപ്പുറത്തേക്ക് ചോദ്യം പോട്ടെ. ഞങ്ങൾ പണ്ട് ചോദിച്ച ചോദ്യം സക്കരിയ ഉന്നയിച്ചില്ലേ? ഈ ചോദ്യം മുജാഹിദികളൊന്ന് ആലോചിച്ചോ. നിങ്ങൾ ശിർക്ക് ആരോപിച്ചാൽ ഇമാം നബി തങ്ങൾക്ക് ശിർക്ക് മനസ്സിലായില്ലേ? അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് ശിർക്ക് മനസ്സിലായില്ലേ? മഹാന്മാരായ കഴിഞ്ഞുപോയ മഹത്തുക്കൾക്ക് ശിർക്ക് മനസ്സിലായില്ലേ? ഈ മൂവർ സംഘത്തിന് മാത്രാണോ ഇത് പിടികിട്ടിയത്? ശിർക്കും തൗഹീദും മനസ്സിലായത്? മൗലവിയുടെ ചോദ്യം ഉണ്ടല്ലോ, സക്കരിയന്റെ ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തെ സംബന്ധിച്ച് ഇനി ബാക്കി മുജാഹിദികളും കൂടി ഒന്ന് ആലോചിക്കട്ടെ. ഞങ്ങൾക്ക് പറയുവാനുള്ള വിഷയം അതാണ്. ഇനി ഒന്നുകൂടി ഇതിന്റെ ഇടയിൽ വിഷയം മാറിപ്പോകാതെ തന്നെ ഞാൻ തിരിച്ചു വരുന്നു. അതിന്റെ മുമ്പ് പറയട്ടെ, എന്തേ വിഷയം എന്നറിയോ? മുജാഹിദുകൾ, സക്കരിയ തന്നെ പറയുന്നത്, മുജാഹിദുകൾ പുതിയതൊന്നും പഠിക്കൂല. പഠിച്ചിട്ട് പഴയത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്തൂല. സക്കരിയ പറയാം, ചില ആളുകളുണ്ട് പുതിയതൊന്നും പഠിക്കൂല, പണ്ട് പഠിച്ച ഒരുപാട് അബദ്ധമുണ്ട്, അതൊന്നോട്ട് മറക്കൂല. കുറേ പഴയ മുജാഹിദ് മഹലിലൊക്കെ ചെന്നുള്ള അവസ്ഥയാണ്. ഒരു കാര്യം അവിടെ പറയാൻ പറ്റൂല. എടത്തനാട്ടിന്റെ ഭാഗത്ത് എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി പറഞ്ഞതിനെതിരാണോ അല്ലേ നോക്കണം. പറപ്പൂര് പറഞ്ഞിട്ടില്ലാത്തൊരു മസാല അവിടെ പറഞ്ഞ